അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയായി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇബാദല്ലാഹ് ഇത്തഖുല്ലാഹ്. ബഹുമാനരായ സഹോദരി സഹോദരങ്ങളെ, പരമകാരുണികനും കരുണാവാരിധിയുമായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളും അവൻ്റെ നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിലെ എല്ലാ സന്ദർഭങ്ങളിലും പാലിച്ചുകൊണ്ട് നല്ലവരായ മുഅ്മിനീങ്ങളായി മുഅ്മിനാത്തുകളായി ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മരണം വരെ അത്തരത്തിൽ ജീവിക്കാൻ നാം ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്തുൽ ഫലഖാണ് നമ്മൾ വിശദീകരിച്ചത്. ഇൻഷാ അല്ലാഹ് ഇന്ന് സൂറത്തുൽ ഇഖ്ലാസ് ആണ്. നമുക്കൊന്ന് ഒരുമിച്ച് ഓതി നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. നമുക്കെല്ലാവർക്കും പിന്നെ ഹിഫ്ളുള്ള, അതേപോലെ തന്നെ സാധാരണ നമ്മളൊക്കെ ഓതാറുള്ള പരിചയമുള്ള സൂറത്താണ്. പിന്നെ വളരെ പ്രസിദ്ധമായ രണ്ട് പേരുകളാണ് ഈ സൂറത്തിനുള്ളത്. വ്യത്യസ്ത പേരുകളുണ്ട്, പക്ഷെ വളരെ പ്രസിദ്ധമായത് ഒന്ന് ഖുർആനിൽ കാണുന്ന ഇഖ്ലാസ് എന്നുള്ളതിനാണ്. അതിന്റെ അർത്ഥം എല്ലാവർക്കും അറിയാലോ. എന്താ ഇഖ്ലാസ്? ഇഖ്ലാസ് അതിന് എന്താണ്? നിഷ്കളങ്കത. അതാണ് അതിന്റെ ശരിക്കും ആത്മാർത്ഥത എന്നൊക്കെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, മലയാളത്തിൽ നമുക്ക് ഇതിന് അർത്ഥം പറയാം. പിന്നെയുള്ള പ്രസിദ്ധമായ പേരെന്താണ്? സൂറത്ത് തൗഹീദ് എന്നാണ് ഇതിന് മറ്റൊരു പേര്, സൂറത്ത് തൗഹീദ് കേട്ടോ. അപ്പൊ ഇതാണ്, ഈ രണ്ട് പേരുകളുമാണ് പ്രസിദ്ധമായിട്ടുള്ളത്. പിന്നെ വേറെയും ചില പേരുകളൊക്കെ തഫ്സീറുകളിൽ കാണാൻ പറ്റും നമുക്ക്. പിന്നെ ഇഖ്ലാസ് എന്ന പേര് വരാനുള്ള കാരണം മുഫസ്സിരീങ്ങൾ പറയുന്നത് വസുമ്മിയത്ത് ബിദാലിക ലിഅന്ന ഫീ ഖിറാഅത്തിഹാ ഖലാസൻ മിൻ അദാബില്ലാ എന്നാണ്. ഖലാസൻ മിൻ അദാബില്ലാ, റബ്ബിന്റെ ശിക്ഷയിൽ നിന്ന് ഒരു രക്ഷ, ഖലാസ് ഉണ്ട് എന്നാണ് ഈ സൂറത്ത് നമ്മൾ പാരായണം ചെയ്താൽ. അതാണ് തഫ്സീറിൽ കാണുന്നത്. പിന്നെ അതുപോലെ തന്നെ ലിഅന്ന ഫീഹാ ഇഖ്ലാസൻ ലില്ലാഹി മിൻ കുല്ലി ഐബിൻ വമിൻ കുല്ലി ശരീക്ക് എന്നാണ്. റബ്ബിന് ഒരു തരത്തിലുള്ള ഐബില്ല, അതുപോലെ തന്നെ ശരീക്ക് പങ്കാളിയുമില്ല എന്ന് വളരെ നിഷ്കളങ്കമായി ഈ സൂറത്തിലൂടെ നമ്മൾ പ്രഖ്യാപിക്കുക ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ പേര് വരാൻ കാരണം എന്നും മുഫസ്സിരീങ്ങൾ പറയുന്നു. പിന്നെ അതുപോലെ തന്നെ ഇതിന് മറ്റൊരു പേര് പിന്നെ നേരത്തെ പറഞ്ഞ തൗഹീദ്. അതുപോലെ ഖുൽ ഹുവല്ലാഹു അഹദ് ഹദീസിലൊക്കെ കാണാം. ആരെങ്കിലും ഖുൽ ഹുവല്ലാഹു അഹദ് പാരായണം ചെയ്താൽ, അപ്പൊ അതും ഒരു പേരായിട്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒന്നാമത്തെ ആയത്തും പരിഗണിക്കപ്പെടുന്നുണ്ട് എന്നർത്ഥം. അതുപോലെ തന്നെ തൗഹീദ്, അതുപോലെ ലസാസ് കേട്ടോ. തൗഹീദ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഏകദൈവ വിശ്വാസം, ഏകദൈവ ആരാധന എന്നൊക്കെയാണ് വാക്കിന്റെ അർത്ഥം, ഏകനാക്കൽ എന്നൊക്കെ. അസാസ് എന്ന് പറഞ്ഞാൽ അടിത്തറ എന്നാണ്, അതും ഇതിന്റെ മറ്റൊരു പേരാണ്. പിന്നെ അത്തഫരീദ്, തജ്രീദ്, നജാത്ത്, വിലായത്ത്, മഅരിഫത്ത്, ഇതൊക്കെ ഇതിന്റെ പേരുകളിൽ മുഫസ്സിരീങ്ങൾ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ അതിൻ്റെതായ സ്ഥാനമാനങ്ങളുണ്ട് എന്നാണ് ഇതിന് മനസ്സിലാവുന്നത്. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് ഹദീസുകൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അൻ അബി ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ഖാല. പിന്നെ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു പറയാണ്, അലൈഹിസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു, ഇന്നൽ മുശ്രിക്കീന ഖാലൂ ലിന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തീർച്ചയായും മുശ്രിക്കീങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്ന് ചോദിച്ചു. എന്താ ചോദിച്ചത്? പിന്നെ ഇൻസിബ് ലനാ റബ്ബക, നിങ്ങൾ എന്ത് ചെയ്യണം, ഞങ്ങളെ നിങ്ങളുടെ റബ്ബുമായി ഒന്ന് കൂട്ടിയണക്കണം എന്ന് പറഞ്ഞു. അവര്
ഫഅൻസല അല്ലാഹു അസ്സ വജല്ല, അപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്ത് ഇറക്കിയത് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, പഠിപ്പിച്ചു തരണം. ഖുൽ ഹുവല്ലാഹു അഹദ് മുതൽ ഈ സൂറത്ത് ഓതി തന്നു, വലം യകുൽ ലഹു കുഫുവൻ അഹദ് വരെ ഓതി തന്നു എന്നാണ്. മറ്റൊരു ഹദീസ് പ്രകാരമാണ്. പിന്നെ ജാബിർ ബിൻ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ്, അദ്ദേഹം പറയാണ്, അന്ന അഅറാബിയൻ ജാഅ ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു അഅറാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നു. ഫഖാല, അദ്ദേഹം പറഞ്ഞത്, ഇൻസിബ് ലനാ റബ്ബക, താങ്കളുടെ റബ്ബുമായി ഞങ്ങളെ കൂട്ടി ഇണക്കണമെന്ന്. ഫഅൻസലല്ലാഹു അസ്സ വജല്ല, അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പിന്നെ സൂറത്ത് ഇറക്കിയെന്നാണ്. ഖുൽ ഹുവല്ലാഹു അഹദ് എന്നുള്ള ഇലാ ആഖിരിയ, അതിന്റെ അവസാനം വരെ ഓതി കൊടുത്തു എന്നും. അതുപോലെ തന്നെ മറ്റൊരു ഹദീസ് പ്രകാരം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖാല ജാഅത്തിൽ യഹൂദു ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ജൂതന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ വന്നു. മിന്നും കഅബ് ബിൻ അഷ്റഫ്, ആ കൂട്ടത്തിൽ ആരുണ്ട്? കഅബ് ബിൻ അഷ്റഫ് എന്ന യഹൂദിയുണ്ട്. അതുപോലെ തന്നെ വഹുബയ്യ് ബിൻ അഖ്തബ്, അയാളുണ്ട്. ഫഖാലു, എന്നിട്ട് പറഞ്ഞു, യാ മുഹമ്മദ് സുഫലന റബ്ബക, മുഹമ്മദ് അലൈഹിസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു, പിന്നെ ഞങ്ങളുടെ നിന്റെ റബ്ബിനെ ഞങ്ങളിലേക്ക് എന്ത് ചെയ്യണം? ഒന്ന് അണിയാക്കി തരണം. സഫ് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താ? അണി എന്നാണ്. സുഫ എന്ന് പറഞ്ഞാലോ അണിയാക്കി തരിക എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കൂടെ ആക്കി തരണം എന്ന് പറഞ്ഞു. അള്ളാഹനെ ഞങ്ങളുടെ കൂടെ, ഇപ്പൊ നേരത്തെ പറഞ്ഞിട്ട് മറ്റൊരു വേർഷൻ, ഇൻസിബ് ചേർത്ത് തരിക, സുഫ അണി ചേർത്ത് തരിക എന്ന്, ആ ഒരു വ്യത്യാസം മാത്രം കേട്ടോ. സൊഫ എന്നാണ് ഫിഅല്, അതിന്റെ മുലാരി യസുഫു, അതിന്റെ പിന്നെ അംർ സുഫ എന്നാണ് കേട്ടോ. അണി ചേർത്ത് തരിക എന്നർത്ഥം. അപ്പോ പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്ത്? അല്ലദീ ബഅസക, താങ്കളെ നിയോഗിച്ച റബ്ബ് ഞങ്ങളെന്ത് ചെയ്യണം? ഞങ്ങളിലേക്കൊന്ന് അണിയാക്കി തരണം എന്ന് പറഞ്ഞപ്പോൾ അൻസലല്ലാഹു തആല, അപ്പൊ അള്ളാഹ് എന്ത് ചെയ്തു? ഈ സൂറത്ത് ഇറക്കി കൊടുത്തു എന്നാണ്. അപ്പൊ ഇങ്ങനെ വ്യത്യസ്തങ്ങളായ ഇതുമായി ബന്ധപ്പെട്ട ഹദീസുകളുണ്ട്. പിന്നെ വേറെ ചില ഹദീസുകൾ, ആരെങ്കിലും ഈ സൂറത്ത് 10 പ്രാവശ്യം പാരായണം ചെയ്താൽ പിന്നെ അള്ളാഹുവിന് ബനല്ലാഹു ലഹു ബൈത്തൻ ഫിൽ ജന്ന, ആ ഹദീസിൽ ദുഅഫ് ഉണ്ട് എന്ന് ചില പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അല്ലാഹു അഅലം. പക്ഷേ സ്വഹീഹായ ഇമാം അൽബാനി റഹിമഹുല്ലാഹ് തന്റെ സ്വഹീഹായ ഹദീസ് ചേർക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു ദിവസം മൻ ഖറഅ, ഈ സൂറത്ത് ആരെങ്കിലും ഖുൽ ഹുവല്ലാഹു അഹദ് ഒരാള് ദിവസത്തിൽ 10 തവണ പാരായണം ചെയ്താൽ ബനല്ലാഹു ലഹു ബൈത്തൻ ഫിൽ ജന്ന എന്നാണ് ഹദീസ്. പക്ഷെ അതിൽ ദുഅഫ് ഉണ്ട് എന്ന് ചില പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അല്ലാഹു അഅലം. ഏതായിരുന്നാലും ഈ സൂറത്തിന് ധാരാളം പ്രത്യേകതകളുണ്ട്. അതിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഓരോ, കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ച കാര്യം തന്നെയാണ്, ഓരോ വഖത്ത് നിസ്കാരം കഴിഞ്ഞാലും അതിന്റെ പുറകെ ചൊല്ലാൻ വേണ്ടി പഠിപ്പിച്ച ദിക്റുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു സൂറത്താണ് സൂറത്തു അൽ ഇഖ്ലാസ്. അതുപോലെ രാത്രി നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ്, അതുപോലെ രാവിലെ 3 പ്രാവശ്യം, വൈകുന്നേരം 3 പ്രാവശ്യം, മഗ്രിബിനും ഇശാവിനും ശേഷം 3 പ്രാവശ്യം വീതം ഓതാൻ ഇത് പഠിപ്പിച്ചിട്ടുണ്ട്. മറ്റുള്ള സൂറത്തിന്റെ കൂടെ തന്നെ മഗ്രിബിനും ഇശാവിനും ശേഷം ഖുൽ ഹുവല്ലാഹു അഹദും അതുപോലെ തന്നെ മുഅവ്വിദത്താനിയും എന്ത് ചെയ്യണം? 3 പ്രാവശ്യം വീതം പാരായണം ചെയ്യണം എന്നാണ് ഹദീസിൽ വന്നുള്ളത്. അപ്പൊ ഇതൊക്കെ എന്താണ്? അതിന്റെ പ്രത്യേകതകളാണ്. അത് ആ രൂപത്തിൽ തന്നെ നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനും പ്രവാചകചര്യയും ശരിയായ രൂപത്തിൽ പഠിക്കാനും അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാനും നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി നമുക്ക് ഇതിന്റെ അർത്ഥത്തിലേക്ക് വരാം. ഇഖ്ലാസ് നേരത്തെ സൂചിപ്പിച്ചു. വാക്കിന്റെ അർത്ഥം നിഷ്കളങ്കത, ആത്മാർത്ഥത എന്നൊക്കെയാണ് വാക്കിന്റെ അർത്ഥം. പിന്നെ ഇപ്പോൾ വിശുദ്ധ ഖുർആനിലെ ഓരോ സൂറത്തുകളുടെ പേരിലും അതിന്റെ ഓരോ ഹെറഫിലും എന്തുണ്ട്? ഇഅ്ജാസിയത്ത് ഉണ്ട്. എന്ത് ഇഅ്ജാസിയത്ത് എന്ന് പറഞ്ഞാൽ? അമാനുഷികത, ദൈവികത. അത് ഓരോ അക്ഷരങ്ങൾ, അതിന്റെ പേരാണെങ്കിൽ പോലും അതിലെന്തുണ്ട്? നമ്മൾ വിചാരിക്കുന്ന ആശയങ്ങളാവില്ല അതിലുണ്ടാവുക. പിന്നെ മുഫസ്സിരീങ്ങൾ പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യണത്? എഴുതി വെച്ച കാര്യങ്ങളാണ് നമ്മൾ പറയണത്. അതിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം മുഫസ്സിരീങ്ങൾ തന്നെ അതിന്റെ അവസാനം പറയുന്നത് വല്ലാഹു അഅലം ബിസ്സവാബ്. എന്താ അർത്ഥം? ഏറ്റവും ശരി ആർക്കേ അറിയുള്ളൂ? അള്ളാഹുവിന് മാത്രമേ അറിയൂ എന്ന് പണ്ഡിതന്മാർ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? അവരുടെ ഗ്രന്ഥങ്ങളിൽ, തഫ്സീറുകളിലൊക്കെ രേഖപ്പെടുത്തി വെച്ചത് നമുക്ക് കാണാം. അതുപോലെ വേറെ ചിലടത്ത് കാണാം വല്ലാഹു അഅലം ബിൽ മുറാദ്. ഇതിന്റെ മുറാദ്, ഇതിന്റെ ഉദ്ദേശം അള്ളാഹ്ക്ക് മാത്രമേ അറിയുകയുള്ളൂ എന്നൊക്കെ.
അപ്പൊ ആ നിലയ്ക്ക് ഇപ്പൊ അമാനി മൗലവി റഹ്മത്തുള്ളാഹിയുടെ തഫ്സീർ, മലയാള തഫ്സീർ നമ്മൾ വായിച്ചാൽ നമുക്കത് ബോധ്യപ്പെടും. കാരണം വ്യത്യസ്ത പണ്ഡിതന്മാരുടെ ചില വിഷയങ്ങളിലുള്ള വ്യത്യസ്ത പണ്ഡിതന്മാരുടെ ഉദ്ധരണികൾ കൊടുക്കും. അതില് പിന്നെ എല്ലാ ഇമാം റാസി റഹ്മത്തുള്ളാഹി ഉണ്ടാവും, അതുപോലെ ഇബ്നു കത്തീർ റഹ്മത്തുള്ളാഹി ഉണ്ടാവും, അതുപോലെ സയ്യിദ് ഖുത്ബ് ളിലാൽ ഖുർആന്റെ സയ്യിദ് ഖുത്ബ് റഹ്മത്തുള്ളാഹി ഉണ്ടാവും, അതുപോലെ വ്യത്യസ്തരായ പണ്ഡിതന്മാരുടെ ഒക്കെ കൊടുക്കുകയില്. എന്നിട്ട് പറയും വല്ലാഹു അഅലം ബിസ്സവാബ്, ഏറ്റവും കൂടുതൽ അറിയുന്നവൻ അള്ളാഹു ആണ്, അതുപോലെ അള്ളാഹു നമ്മളെ ഏറ്റവും പിന്നെ ഖൈറായതിലേക്ക് എത്തിച്ചു തരട്ടെ എന്നൊക്കെ അമാനി മൗലവി റഹ്മത്തുള്ളാഹി മലയാളത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതെന്താ തഫ്സീർ സാരാംശങ്ങളാണ് ഒക്കെ. അപ്പൊ ആ നിലക്ക് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? വിശുദ്ധ ഖുർആനെ സമീപിക്കണം. കാരണം നമുക്ക് ആർക്കും ഇത് വ്യാഖ്യാനിക്കാനുള്ള കഴിവില്ല. ആർക്ക് മാത്രമേ ഉള്ളൂ? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ട സ്വഹാബികളാണ്. ആ സ്വഹാബികളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രസിദ്ധനായ റഈസുൽ മുഫസ്സിരീൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആണ് ഏറ്റവും കൂടുതൽ വിശുദ്ധ ഖുർആൻ തഫ്സീർ ചെയ്തിട്ടുള്ളത്. അതുപോലെ പിന്നെ ആ സ്വഹാബികളെ കണ്ട് ജീവിച്ച താബിഈകളും തബഅ താബിഈങ്ങളും അടങ്ങുന്ന പിന്നെ സലഫു സാലിഹീങ്ങളാണ് എന്ത് ചെയ്തിട്ടുള്ളത്? വിശുദ്ധ ഖുർആന്റെ തഫ്സീറുകൾ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് അർത്ഥത്തിലേക്ക് വരാം. അപ്പോൾ ഇതിന്റെ ഒന്നാമത്തെ ആയത്ത് ഖുൽ ഹുവല്ലാഹു അഹദ്, കഴിഞ്ഞ സൂറത്തിൽ പറഞ്ഞ പോലെ തന്നെ ഖുൽ എന്നതുകൊണ്ടാണ് തുടങ്ങുന്നത്. ഖാല എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം നമുക്ക് എല്ലാവർക്കും അറിയാം, പറഞ്ഞു എന്നാണ് വാക്കിന്റെ അർത്ഥം. അതിന്റെ അമ്ര കൽപ്പനക്രിയയാണെന്ത്? ഖുൽ, നീ പറയുക, അല്ലേ? അഥവാ നീ പ്രാർത്ഥിക്കുക, നീ ഉച്ചരിക്കുക എന്നൊക്കെയാണ് ആ വാക്കിന്റെ അർത്ഥം. ഖുൽ എന്താണ് പറയേണ്ടത്? ഹുവല്ലാഹു അഹദ്. ഹുവ എന്താ? ഹുവ അവൻ എന്നല്ല. അവിടെ ഈ ഹുവ കൊണ്ട് ഉദ്ദേശിച്ചപ്പോ ഇംഗ്ലീഷിലൊക്കെ ദാറ്റ് എന്ന് പറയാറില്ലേ, അത് അല്ലെങ്കിൽ കാര്യം എന്ന് പറയാറില്ലേ, അതിന് ഉപയോഗിക്കുന്ന വാക്ക് ഇവിടുത്തെ ഹുവ. ഹുവ അത് അഥവാ കാര്യം. എന്താണ്? അല്ലാഹു അഹദ്. എന്താ അള്ളാഹ്ക്ക് പറയാനുള്ള കാര്യം? അല്ലാഹു അഹദ്. അള്ളാഹ് ആരാണ്? ഏകനാണ്. എന്തിനാണ്? ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണിത്. മുഅ്മിനീങ്ങൾക്ക് എല്ലാവർക്കും ഒരു അള്ളാഹ് ഒരുവനാണെന്നുള്ളത്. അള്ളാഹ് അഹദാണെന്നുള്ളത് അറിയാത്ത ഏത് മുസ്ലിമാണുള്ളത്? ഒരു മുസ്ലിമായ മനുഷ്യന് കൃത്യമായിട്ട് അറിയാം എന്ത്? അള്ളാഹു ഏക. പിന്നെ എന്തിനാണ് ഇത് നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്നത്? അതിനാണ് ഇസ്ബാത്ത് എന്ന് പറയാം, ഉറപ്പിക്കുക. നമ്മളെ മനസ്സിലുണ്ട് ഉറപ്പിക്കന്നെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞല്ലോ, മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ്, പിന്നെ ദഖലൽ ജന്ന, ആരുടെയെങ്കിലും അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയാൽ ഓനെന്താ? സ്വർഗത്തിൽ പ്രവേശിച്ചു. മാഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അത്തരം ആളുകളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറല്ലേ. അത് എല്ലാവർക്കും പറയാൻ കിട്ടൂല. അതാണ് അത്ഭുതം. അതാർക്കേ പറയാൻ കിട്ടുള്ളൂ? ഈ തൗഹീദ് കൃത്യമായി മനസ്സിൽ ഉറപ്പിച്ച ആൾക്കേ പറയാൻ കിട്ടുള്ളൂ. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ആ തൗഹീദ് പ്രകടമാകണം. അത് വെറും വിശ്വാസത്തിൽ മാത്രം ഉണ്ടായതുകൊണ്ടായില്ല, അത് അവന്റെ പ്രവർത്തന രംഗത്തും കാണും. നോക്കിയുള്ള ഒരു ഹദീത്ത്, അതിന് തെളിവായിട്ടുള്ള ഒരു ഹദീത്ത് എന്താ പറയുക, പണ്ഡിതന്മാർ സാധാരണ പറയാറുള്ളത്, ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ അജ്സാമിക്കും വലാ ഇലാ സുവരിക്കും വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും. ഒരു റിവായത്ത്, മറ്റൊരു റിവായത്തിലോ വ അഅ്മാലിക്കും എന്ന് കാണാം. ഹൃദയങ്ങളിലേക്കുമാണ് അള്ളാഹ് നോക്കുന്നത്. അതേപോലെ തന്നെ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ. അതിന്റെ അർത്ഥം എന്താണ്? ആ തൗഹീദിന് അനുഗുണമായ പ്രവർത്തനങ്ങൾ എവിടെ കാണണം? നമ്മുടെ ജീവിതത്തിൽ കാണണം. നമ്മളിപ്പോ പിന്നെ എന്റെ വിശ്വാസമൊക്കെ ഇവിടെ ഉണ്ട്, ഈമാനൊക്കെ ഇവിടെ ഉറപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ഇതായിട്ട് കാര്യമില്ല. നമ്മളെ മീശ വെട്ടാൻ നമുക്ക് കഴിയണം, താടി വളർത്താൻ നമുക്ക് കഴിയണം, അതുപോലെ തന്നെ പിന്നെ മാന്യമായി സംസാരിക്കാൻ നമുക്ക് കഴിയണം, മറ്റൊരാളെ നമ്മൾ ഉപദ്രവിക്കരുത്. അതുപോലെ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ കഴിയുന്നിടത്ത് ഫത്തഖുല്ലാഹ മസ്തതഅ്തും, അല്ലേ? കഴിയുന്നിടത്തോളം അള്ളാഹുവിനെ സൂക്ഷിക്കണം. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അംഗീകരിക്കണം. അതൊക്കെ എല്ലാം കൂടി ഒത്തുവരുമ്പോഴാണ് എന്താവുക? സ്വർഗപ്രവേശം സാധ്യമാവുകയുള്ളൂ. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇപ്പൊ ഒരു ഉദാഹരണം, പിന്നെ തൗഹീദ് അംഗീകരിച്ച് ഏതൊരു മനുഷ്യനും സ്വർഗത്ത് പോകും, അതിൽ യാതൊരു സംശയവുമില്ല. എല്ലാ മനുഷ്യനും സ്വർഗത്ത് പോകും. പക്ഷേ ആ തൗഹീദിന് വിരുദ്ധമായ കാര്യമാണെന്ത്? മാതാപിതാക്കളോട് അനുസരണക്കേട് കാണിക്കുക എന്നുള്ളത്. ഉറപ്പല്ലേ? ഖുർആൻ കൊണ്ട് തെളിഞ്ഞ കാര്യമാണ്, ഹദീസ് കൊണ്ട് തെളിഞ്ഞ കാര്യമാണ്. എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? മൻ അഖൽ വാലിദൈൻ ദഖലൻ നാർ എന്നാണ്. ആരെങ്കിലും മാതാപിതാക്കളോട് അനുസരണക്കേട് കാണിച്ചാൽ എന്താ? നരകം ഉറപ്പാ. അപ്പൊ ഒരു തൗഹീദ് ഉണ്ടെങ്കിലോ
ഓന ശിക്ഷ കിട്ടും, അതിൽ യാതൊരു സംശയമില്ല. പക്ഷെ ആ ശിക്ഷയിൽ നിന്ന് അവരെന്ത് ചെയ്യും? തൗഹീദ് ഉള്ളത് കൊണ്ട് അവൻ രക്ഷപ്പെടും. പക്ഷെ ഒരു നിമിഷം നരകത്തേക്ക് പോയുള്ള അവസ്ഥ ആലോചിച്ചോക്കള്. 50 അൽഫസന. ഈ ദുനിയാവിൽ ഒരു ദിവസവും പരലോകത്തൊരു ദിവസം തമ്മിലുള്ള ഡിഫറൻസ് ആണ് പറഞ്ഞത് അല്ലേ? 50,000 വർഷം ഒരു ദിവസം. 50,000 വർഷം. നമ്മൾ നല്ലോണം നമ്മുടെ തല ഇതിലേക്ക് കൊടുക്കണം. വിശുദ്ധ ഖുർആനിലേക്കും ഹദീസിലേക്കും നമ്മൾ വെക്കണം. എന്നാൽ തന്നെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അപ്പോ തൗഹീദ് നമ്മൾ എന്ത് ചെയ്യുക? വളരെ കൃത്യമായിട്ട് പഠിക്കുക, മനസ്സിലാക്കുക. അതിനേക്കാൾ അപ്പുറം അത് നമ്മുടെ ജീവിതത്തിൽ, ആ പഠിച്ച കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്ത് ചെയ്യുക? പകർത്താൻ വേണ്ടി പിന്നെ നോക്കുക. അതിനനുസരിച്ചുള്ള ആ തൗഹീദിന് അനുഗുണമായ പ്രവർത്തനങ്ങൾ, എന്തൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ. ഇപ്പൊ ഒരാൾ നിസ്കരിച്ചില്ലെങ്കിൽ ആ നിസ്കരിക്കാത്തതിന്റെ കുറ്റം അയാൾ കിട്ടുള്ളൂ. നിസ്കാരത്തെ എതിർത്താലോ, നിസ്കാരത്തെ നിഷേധിച്ചാലോ, അക്ഷരാർത്ഥത്തിൽ അവൻ ആരായി തീർന്നു? കാഫിറായി, നിഷേധിയായി തീർന്നു. നിസ്കരിച്ചില്ലെങ്കിൽ എന്ത് കുറ്റം ഉണ്ടാവുള്ളൂ? നിസ്കരിക്കാത്ത കുറ്റം ഉണ്ടാവുള്ളൂ. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം ഇത്തരം കാര്യങ്ങളിൽ. അപ്പൊ ഇസ്ലാമിനെ വിമർശിക്കുന്ന ആളുകളെ അവരുടെ കൂടെ കൂടാൻ പാടില്ല. അതുപോലെ തന്നെ പിന്നെ അവർക്ക് അനുകൂലമായി നിന്നുണ്ടെങ്കിൽ അതെന്തായി? തൗഹീദിന് വിരുദ്ധാണത്. വിശുദ്ധ ഖുർആൻ പറയല്ലേ, ലക്കും ദീനുക്കും വലിയ ദീൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലേക്ക് കോംപ്രമൈസിന് വന്ന ആൾക്കാരാണോല്. ഓരോട് പറഞ്ഞു, ദീൻ അത് വേറെ, അത് വിട്ടിട്ടുള്ള കളിയില്ല, നിങ്ങൾ വിചാരിച്ച പോലെ തന്നെ ചെയ്തോളി. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ അഖീദ, അതുപോലെ നമ്മുടെ പിന്നെ അഖ്ലാഖ്, അതുപോലെ നമ്മുടെ അഹ്കാമുകൾ എല്ലാം ക്ലിയർ ആയിട്ട് നമ്മൾ മുന്നോട്ട് പോവാം. അതെങ്ങനെ? അതാണ് ഫത്തഖുല്ലാഹ മസ്തതഅതും. എല്ലാ വെള്ളിയാഴ്ച നമ്മൾ കേൾക്കാറുണ്ട്, ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതി ഫത്തഖുല്ലാഹ മസ്തതഅതും. അതിങ്ങനെ ആവർത്തിച്ച് വരികയാണ്. അപ്പൊ അതാണ് ഈ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചിരുന്നത്. അല്ലാതെ മുസ്ലിങ്ങൾക്ക് അള്ളാഹ് ഏകനെന്ന് അറിയാഞ്ഞിട്ടൊന്നുമല്ല, അറിയാം. പക്ഷെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അത് ഉൾക്കൊള്ളണം. ഒരു ദിവസം ചുരുങ്ങിയത് ഒരു 10 പ്രാവശ്യമെങ്കിലും ഇവന്റെ നാവിലൂടെ അത് എന്താണ് അതിൽ പറഞ്ഞിരിക്കുന്നത് അറിയാതെ ഓതിയിട്ട് എന്താ കാര്യം? വല്ല കാര്യമുണ്ടോ? കൂലി കിട്ടും. വിശുദ്ധ ഖുർആൻ എങ്ങനെ നമ്മൾ ഓതി, അതിൽ ഒരു ഹർഫ് ഓതി കഴിഞ്ഞാൽ 10 ഹസനത്ത് കൂലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചാണത്. പക്ഷെ അത് കൃത്യമായി മനസ്സിലാക്കി അത് ഉൾക്കൊണ്ടുകൊണ്ട് ഓതുകയാണെങ്കിലോ നിസ്കാരത്തിൽ ഖുശൂ ഉണ്ടാവും. അതുപോലെ അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവും. ഒരു സംശയം വേണ്ട. കാരണം നമ്മുടെയൊക്കെ തന്നെ ജീവിതത്തിലേക്ക് നമ്മൾ പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം, നമ്മുടെയൊക്കെ കഴിഞ്ഞ ചില ഇന്നലകൾ ഉണ്ടായിരുന്നു, വളരെ മോശപ്പെട്ട ഇന്നലകൾ. ഒരു പക്ഷേ ഏതെങ്കിലും പണ്ഡിതന്മാരുടെ പ്രസംഗം കേട്ടിട്ടോ, അല്ലെങ്കിൽ അവരുടെ ലേഖനങ്ങൾ വായിച്ചിട്ടോ, അല്ലെങ്കിൽ വിശുദ്ധ ഖുർആൻ പഠന ക്ലാസ്സുകളിലൊക്കെ പങ്കെടുത്തിട്ടോ ഒക്കെ, അല്ലെങ്കിൽ ഏതെങ്കിലും ചില ആയത്തുകൾ നമ്മുടെ ഹൃദയത്തിലേക്ക് കയറി ചെന്നിട്ടൊക്കെ ആയിരിക്കാം നമ്മൾ മാറിയിട്ടുണ്ടാവുക. അതിനുശേഷം വളരെ സമൂലമായ മാറ്റം. എത്രത്തോളം എന്ന് വെച്ചാൽ തൗഹീദ് ഉൾക്കൊള്ളാത്ത പിന്നെ പങ്കാളിയാണെങ്കിൽ ആ പങ്കാളിയോട് വരെ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും. എനിക്കറിയാം അങ്ങനെ പറഞ്ഞ ആളുകളെ. നീ ശരിക്കൊരു മുവഹിദത്തായി വരുന്നത് വരെ നീയുമായി ഞാനൊരു ബന്ധം ഉണ്ടാവില്ല എന്ന് പുരുഷൻ സ്ത്രീയോട് പറഞ്ഞതും അറിയാം, സ്ത്രീ പുരുഷനോട് പറഞ്ഞതും അറിയാം. കാരണം അത്രത്തോളം അതാണ്ട് ഉള്ളിക്കണ്ട് ഇറങ്ങിച്ചെല്ലും. അറിയാലോ, അപ്പോ പിന്നെ എന്താണ് ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ ആരാണ്? ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ ആരാ? ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയാണ് അല്ലേ? അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ. അതിന് മുമ്പ് അവരാരായിരുന്നു? പിന്നെ മാലിക് എന്ന് പറയുന്ന വ്യക്തിയുടെ ഭാര്യയായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് ഹിജ്റ വന്നെത്തിയപ്പോ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ ഇസ്ലാം സ്വീകരിച്ചു. ഇസ്ലാം സ്വീകരിച്ച ആർക്ക് പറ്റിയില്ല? മാലിക്കിന് പറ്റിയില്ല. അവരുടെ ആ മാലിക്കിലുണ്ടായ പുത്രനാണ് ആര്? അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. അങ്ങനെ പിന്നെ മാലിക് എന്ത് ചെയ്തു? ഇട്ട് എറിഞ്ഞു പോയി. പിന്നെ നീയുമായി ഞാനൊരു ബന്ധമില്ല എന്ന് പറഞ്ഞു. കാരണം പിന്നെ മുവഹിദായില്ലേ. അപ്പോ പിന്നെ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ പറഞ്ഞത്, നിങ്ങളുമായി അങ്ങനെ ഞാനും യാതൊരു ബന്ധമില്ല, കാരണം ഞാനിപ്പോ ഒരു മുവഹിദത്താണ്, തൗഹീദ് അംഗീകരിക്കുന്ന ഒരു സ്ത്രീയാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ആ ഉടനെ തന്നെ ചരിത്രം പറയുന്ന ആ ഉടനെ തന്നെ മാലിക് മരിച്ചു എന്നാണ് പറയുന്നത്.
എന്തോ ഒരു അപകടത്തിൽപ്പെട്ടോ മറ്റോ മരിച്ചു എന്നാണ് ചരിത്രത്തിൽ കാണുന്നത്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എല്ലാവരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ വേണ്ടി പോയി. കാരണം മദീനത്ത് വന്ന് അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹുവിന്റെ വീട്ടിൽ എന്ത് ചെയ്തു, തമ്പടിച്ചിരിക്കുന്ന സമയമാണ്. അങ്ങനെ ആ സമയത്ത് ഉമ്മു സലീം റളിയല്ലാഹു ചെന്നിട്ട് റസൂലുള്ളാഹിനോട് പറഞ്ഞു, റസൂലേ, എൻ്റെ അടുത്ത് നിങ്ങൾക്ക് തരാനൊന്നുമില്ല, എൻ്റെ ഈ ഒരു കുട്ടിയുണ്ട്. ആര്? അനസ് ബിൻ മാലിക്, തൻ്റെ പഴയ ഭർത്താവിലുണ്ടായ ഈ ഒരു കുട്ടി, ഈ കുട്ടിയെ ഞാൻ അങ്ങയുടെ മുമ്പിലേക്ക് സമർപ്പിക്കണം, അങ്ങയുടെ ഖിദ്മത്ത് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുട്ടിയുടെ തലയിൽ തടവിയിട്ട് പ്രാർത്ഥിക്കുക, അല്ലാഹുമ്മ ബാരിക് അനസ്, അല്ലാഹുവേ അനസിന് നീ ബർക്കത്ത് ചെയ്യണേ എന്നുള്ളത്. പിൽക്കാലത്ത് വർഷങ്ങൾക്ക് ശേഷം അനസ് ബിൻ മാലിക് റളിയല്ലാഹു പ്രത്യേകം പറയുന്നുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അന്നത്തെ ആ പ്രാർത്ഥനയാണ് എനിക്ക് എല്ലാ നിലക്കും ബർക്കത്ത്. ഇൽമിൽ എനിക്ക് ബർക്കത്തുണ്ട്, സന്താനങ്ങളുടെ കാര്യത്തിൽ എനിക്ക് ബർക്കത്തുണ്ട്. 80-ലധികം മക്കളും പേരമക്കളുമായിട്ട് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു പറയുന്നത്, മരിക്കണം മാഷാ അല്ലാഹ്. അതുപോലെ തന്നെ സമ്പത്തിലും എനിക്ക് ബർക്കത്തുണ്ടായിട്ടുണ്ട്. അതൊക്കെ എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണെന്ന് പറയാം. ഞാൻ പറഞ്ഞു വന്നെന്ന് വെച്ചാൽ, തൗഹീദ് അംഗീകരിച്ചു കഴിഞ്ഞാൽ അത് സ്ത്രീ ആണെങ്കിലും അതുപോലെ പുരുഷനാണെങ്കിലും ഒക്കെ എന്ത് ചെയ്യും, അതിൻ്റെ ഒരു പ്രതിഫലനം അവരുടെ ജീവിതത്തിൽ ഉണ്ടാവും, യാതൊരു സംശയവുമില്ല. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ ഇസ്ലാം സ്വീകരണം നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? 2 റിവായത്തുകളാണ് അദ്ദേഹത്തിന്റെ ഇസ്ലാം സ്വീകരണവുമായി ബന്ധപ്പെട്ട് ചരിത്രങ്ങളിൽ കാണുന്നത്. ഒന്ന് സാധാരണ നമ്മളൊക്കെ കേട്ടിട്ടുള്ള എന്താണ്, തൻ്റെ സഹോദരി ഫാത്തിമ റളിയല്ലാഹു അൻഹ ഇസ്ലാം സ്വീകരിച്ച രംഗം അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊല്ലാൻ വേണ്ടി വാളെടുത്ത് ചെല്ലുകയാണ്. സ്വാഭാവികമായും വഴിയിൽ വെച്ച് ഒരാൾ കണ്ടപ്പോൾ അയാൾ ചോദിച്ചു, എവിടുക്കാ പോണ്? മുഹമ്മദിനെ കൊല്ലാൻ. എന്നാലേ സ്വന്തം കുടുംബത്തെ നേരാക്കിയിട്ട് പോരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊല്ലല് എന്ന് പറഞ്ഞു. ആരാണ് എൻ്റെ കുടുംബത്തിൽ ആരാണ് കയറി കളിക്കുന്നത് എന്ന് ചോദിച്ചു. തൻ്റെ സഹോദരി ഫാത്തിമയും അളിയൻ സഅദും എന്തായിട്ടുണ്ട്, മുഹമ്മദിന്റെ ഭാഗം ചേർന്നുണ്ട്, ഓലെ പോയി ആദ്യം നേരാക്കുന്നു പറഞ്ഞു. അങ്ങനെ ചെന്നപ്പോൾ വാതിൽ മുട്ടി വിളിച്ചു. അവിടുന്ന് ഖുർആൻ ഓത്ത് കേൾക്കുകയാണ്. എന്താ കേൾക്കുന്നത്? ത്വാഹ മാ അൻസൽനാ അലൈക്കൽ ഖുർആൻ ലിതഷ്ഖാ എന്ന് തുടങ്ങുന്ന സൂറത്ത് ത്വാഹയിലെ 1020ഓളം ആയത്തുകൾ കേൾക്കുകയാണ്. വാതിൽ തുറന്നു, തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയുണ്ടായി. അളിയന്റെ നെഞ്ചിൽ കയറി ഇരുന്ന് മർദ്ദിക്കുകയാണ്. ആ നേരത്ത് ഫാത്തിമ സഹോദരി തടുക്കാൻ വേണ്ടി ചെന്ന് കൊടുത്തു. ഫാത്തിമാക്കും കിട്ടിയൊരടി. അപ്പൊ അവളുടെ കണ്ണീരിങ്ങനെ ഒലിക്ക് കണ്ടപ്പോ, ചോരനറിയുന്നാണല്ലോ അല്ലേ, സഹോദരി കരഞ്ഞ കണ്ടപ്പോ ഉമറിന് എന്ത് ചെയ്തു, കുറച്ചൊരു അലിവ് തോന്നി. ഇതെന്താണ് ഓതിയ സാധനം കൊണ്ടുവരണം. അപ്പൊ പറഞ്ഞു തരാൻ പറ്റൂല. ഉമർ ശരിക്കും വിശ്വാസിയായി കഴിഞ്ഞാലേ തരാൻ പറ്റുള്ളൂ, ശുദ്ധിയില്ല എന്ന് പറഞ്ഞു. കാരണം അത്ര എല്ലാ നിലക്കുള്ള വൃത്തികേടുള്ള സ്വഭാവമായിരുന്നാണ് പറയപ്പെടുന്നത്, അല്ലാഹു അഅലം. അപ്പോ ഉമർ എന്ത് ചെയ്തു, അവിടെ വെച്ച്, കാരണം സഹോദരിയുടെ കണ്ണുനീര് കണ്ടപ്പോ എന്ത് ചെയ്തു, അതിലെങ്ങോട്ട് മാറിയിട്ട് എന്ത് ചെയ്തു, പോയിട്ട് കുളിച്ചു വന്നു എന്നാണ് ചരിത്രം പറയുന്നത്. വരുമ്പോ അദ്ദേഹത്തിന്റെ താടിയിൽ നിന്ന് വെള്ളമൊക്കെ ഇങ്ങനെ ഒറ്റി വീഴുന്നുണ്ട്. അപ്പൊ സഹോദരി ഇത് കൊടുത്തു. അപ്പൊ ഒരു ചെറിയൊരു കഷ്ണാണ്, അതിലാണ് ഈ തോഹ എന്നുള്ളത് കണ്ടപ്പോ ഞെട്ടിപ്പോയി അദ്ദേഹം. ഇതുവരെ കേൾക്കാത്ത ഒരു ഭാഷ, ഇതുവരെ കേൾക്കാത്തൊരു സാഹിത്യം. മുഹമ്മദ് എവിടെ ഉണ്ട് എന്ന് ചോദിച്ചു. അപ്പോ അർഖമിന്റെ വീട്ടിലുണ്ട് എന്ന് പറഞ്ഞ് അങ്ങനെ അങ്ങോട്ട് പോവാണ്. അവിടെ ചെന്നിട്ടാണ് ഇസ്ലാം സ്വീകരിക്കുന്നതാണ് ഒരു റിവായത്ത്. മറ്റൊരു ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി തഫ്സീറിൽ പറയുന്ന വേറൊരു റിവായത്ത് എന്താന്ന് വെച്ചാല്, സൂറത്തുൽ മആരിജിന്റെ പറയാം. മഅരിജ് അല്ല, അതിന്റെ തൊട്ട് മേലത്തെ സൂറത്ത് കേട്ടോ, സൂറത്തുൽ ഹാഖ. സൂറത്തുൽ ഹാഖയിലെ ആയത്തോതി ഉമർ റളിയല്ലാഹു അൻഹു കഅബയിലേക്ക് വന്നിക്കാണ്. കാരണം മുശ്രിക്കുകളൊക്കെ എന്ത് ചെയ്യാറുണ്ട്, കഅബയിലേക്ക് വരാറുണ്ട്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്നിട്ട് വിശുദ്ധ ഖുർആൻ ഓതി
പിന്നെ നിസ്കരിക്കുന്ന രംഗാണ് കാണുന്നത്. സാധാരണ എല്ലാവരും ഉണ്ടാവുമല്ലോ, കഅബത്തേക്ക് എല്ലാവരും ഉണ്ട്, പിന്നെ മുസ്ലിങ്ങളുണ്ട്, മുസ്ലിങ്ങളൊക്കെ ഉണ്ട് അവിടെ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്ത് ഓതുന്ന സൂറത്ത് ഏതാണ്? സൂറത്ത് പിന്നെ അൽ ഹാഖ, അതിന്റെ അവസാന ഭാഗമാണ് ഓതുന്നത്. അപ്പൊ അവിടെ വെച്ചിട്ട് പിന്നെ അദ്ദേഹം ഓതുന്ന ആയത്ത് ഇതാണ്, സൂറത്തുൽ ഹാഖയിലെ 40-ാമത്തെ ഇന്നഹു ലഖൗലു റസൂലിൻ കരീം, ഇത് മാന്യനായ റസൂലിന്റെ വാക്കാകുന്നു. അപ്പോ പിന്നെ ഉമർ ആരപ്പ മാന്യൻ? നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരാളെ കാണുമ്പോൾ നമ്മൾ അങ്ങനെ ചോദിക്കുമല്ലോ, ആരപ്പോടല്ലോ മാന്യൻ എന്ന് ചോദിച്ചു. പിന്നെ അത്ര വലിയ മാന്യനൊന്നും ആകണ്ട, ഇതൊരു കവിതയാണ് എന്ന് പറഞ്ഞു. അപ്പൊ അടുത്ത ആയത്ത് ഇറങ്ങി. അടുത്ത ആയത്ത് ഓതാണ് വമാഹു ബി ഖൗലി ഷാഇരിൻ, ഇതൊരു കവിയുടെ വാക്കൊന്നുമല്ല, പക്ഷെ ഖലീലമ്മ തുഅ്മിനൂൻ, നിങ്ങൾ വളരെ കുറച്ച് ആളുകൾ എന്ത് ചെയ്യുന്നുള്ളതിൽ വിശ്വസിക്കുന്നുള്ളൂ, ഇത് ഷായിറിന്റെ വാക്കൊന്നുമല്ല എന്ന് പറഞ്ഞു. അപ്പോ പിന്നെ പറഞ്ഞു എന്നാൽ ഷായിറിന്റെ അല്ലെങ്കിൽ പിന്നെ ഒരു ജ്യോത്സ്യനോ അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ അടുത്ത ആയത്ത് ഓതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലാ ബി ഖൗലി കാഹിനി ഖലീലമ്മാ തദക്കറൂൻ, ഇതൊക്കെ ഉമറിന്റെ മനസ്സിലേക്ക് അറബി അറിയുന്ന, അറബി സാഹിത്യം കൃത്യമായി അറിയുന്ന ഉമറിന്റെ മനസ്സിലേക്ക് ഇങ്ങനെ തുളച്ചു ചെല്ലുകയാണ്. എന്താണ് അടുത്ത ആയത്ത്? എന്താണ്? വലാ ബി ഖൗലി കാഹി, ഇതൊരു ജ്യോത്സ്യന്റെ വാക്കല്ല, അതുപോലെ ഖലീലമ്മാ തദക്കറൂൻ, നിങ്ങൾ കുറച്ച് ചിന്തിക്കും, അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നത് എന്നുള്ള ആയത്ത് ഇറങ്ങി. അപ്പൊ ഉമർ ഇങ്ങനെ ഇതിനെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. പിന്നെ ഇത് എവിടുന്നാണ്? ഇത് കാഹിന്റെ വാക്കല്ല, ഷായറിന്റെ വാക്കല്ല, ഇതൊരു മാന്യനായ പിന്നെ ഒരു മാന്യതയുള്ള വാക്കാണ്, ഇത് എവിടുന്നത് ഇറങ്ങിയത്? അപ്പൊ അടുത്ത ആയത്ത് ഇറങ്ങിയത് തൻസീലും മിർ റബ്ബിൽ ആലമീൻ, ഈ വിശുദ്ധ ഖുർആന്റെ അവതരണം എവിടുന്ന? സർവലോക രക്ഷിതാവായ അള്ളാഹുവിൽ നിന്നാണ് ഇതിന്റെ അവതരണം എന്നുള്ള ആയത്ത് ഇറങ്ങി. ഇതിന് കേട്ടോടുകൂടെ ഉമർ നിലത്തിരുന്നു എന്നാണ്, പേടിച്ചിട്ട്. അങ്ങനെ അവിടെ വെച്ച് ഇസ്ലാം സ്വീകരിച്ചു എന്നാണ് ഇമാം ഖുർത്തുബി തന്റെ തഫ്സീറിൽ റഹ്മത്തുള്ളാഹി രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ ചില രണ്ട് റിവായത്തുകളുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം എന്താണ്? വിശുദ്ധ ഖുർആൻ കേട്ടപ്പോ അതിന്റെ ആശയം ഉൾക്കൊണ്ടപ്പോ പിന്നെ അതിനോട് ആകർഷരാകണം മനുഷ്യന്. പിന്നെ ആ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ആണ് പിന്നെ ആരായി തീർന്നത്? എല്ലാ നിലക്കും ജീവിതത്തിന്റെ ഏത് മേഖലകളിലും മാതൃകാ യോഗ്യനായി തീരുകയാണ്. പിന്നെ അല്ലേ, ഒന്നാം ഖലീഫ കഴിഞ്ഞ പിന്നെ രണ്ടാമത്തെ ഖലീഫയായി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരനായി, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കഴിഞ്ഞാൽ പിന്നെ അടുത്ത കൂട്ടുകാരനായി തീർന്നു. അതുപോലെ തന്നെ സത്യവിശ്വാസികളുടെ നേതാവ് അമീറായി തീർന്നു. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ ഗുണങ്ങളിലേക്ക് അദ്ദേഹം എന്തെയാണ്? ഉയർത്തപ്പെടുകയാണ്. അതുപോലെ തന്നെ പിന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ സൂചിപ്പിച്ചു, ഒരു സഹോദരിയോട് പറഞ്ഞ രംഗം. ആ സമയത്ത് ആ സഹോദരി വിശുദ്ധ ഖുർആനിലെ ആയത്ത് ഓതിയപ്പോൾ അത് കേട്ട് കരഞ്ഞുപോയി ഉമർ റളിയല്ലാഹു അൻഹു. എന്നിട്ട് ആ സഹോദരി ചോദിച്ച വസ്ത്രം അവർക്ക് എടുത്തു കൊടുത്തു. അപ്പോ പിന്നെ വിശുദ്ധ ഖുർആൻ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ, അതിന്റെ ആശയം ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായും അതിനെ ലയിക്കും. അത് മനുഷ്യ സഹജമാണ്, മനുഷ്യ പ്രകൃതമാണത്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരി സഹോദരങ്ങളെ, നമ്മളും നമ്മുടെ മക്കളും നമ്മളുമായി ബന്ധപ്പെട്ട ആളുകളും അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിലേക്ക് തിരിച്ചു വരിക. നമുക്ക് രക്ഷപ്പെടാൻ ഇതല്ലാതെ മറ്റൊരു മാർഗം നമ്മുടെ മുമ്പിലില്ല. സൂറത്ത് യൂനുസിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നതാണ് ഖദ് ജാഅതുകും മൗഇലത്തും മിർ റബ്ബിക്കും എന്നാണ്. നിങ്ങളുടെ റബ്ബിൽ നിന്ന് നിങ്ങൾക്ക് സതുപദേശം വന്നിരിക്കുന്നു എന്നാണ് ഖുർആനെ പറ്റി നമുക്ക് പഠിപ്പിച്ചു എന്നുള്ളത്. മൗഇലത്ത് ഏറ്റവും നല്ല സതുപദേശമാണ്, ഏത് കാലഘട്ടത്തിനും അനുയോജ്യമായതാണ്. ഏതൊരു മനുഷ്യനും വിശുദ്ധ ഖുർആനിൽ ഇറങ്ങിയ ഒരൊറ്റ ആയത്ത് പോലും ഏതെങ്കിലും ഒരു കാലഘട്ടത്തിന് അനുയോജ്യമല്ല എന്ന് പറയാൻ ഒരാൾക്കും സാധിച്ചിട്ടില്ല. ആരൊക്കെ വിശുദ്ധ ഖുർആനെ വിമർശിച്ചിട്ടുണ്ടോ, എതിർത്തിട്ടുണ്ടോ, അവരൊക്കെ അതിൻ്റെ ആ പിന്നെ വിശുദ്ധ ഖുർആന്റെ മനോഹാരിതയെ, സൗന്ദര്യത്തെ, വിശുദ്ധ ഖുർആന്റെ എഴുജാസിയത്തിനെ, അമാനുഷികതയെ പിന്നെ പരസ്യമല്ലെങ്കിലും അവർ അംഗീകരിച്ചിട്ടുണ്ട്. പരസ്യമായിട്ടല്ലെങ്കിലും അവരത് അംഗീകരിച്ചിട്ടുണ്ട്. അത് ഉൾക്കൊള്ളാൻ, അത് മനസ്സിലാക്കാൻ വിശ്വാസികളായ നമ്മൾ എന്ത് ചെയ്യണം? തയ്യാറാവണമെന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്താൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ഉൾക്കൊള്ളുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോ ഒന്നാമത്തെ ആയത്ത് എന്താണ്? ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ പറയുക, ഹുവ അവൻ, ഹുവ അത് കാര്യം, അല്ലാഹു അഹദ്, അല്ലാഹു ആരാണ്? അഹദാണ്, ഏകനാണ്. അത് നമ്മുടെ മനസ്സിലാണ്ട് ഇത്ബാത്ത് തസ്ബീത്ത് ചെയ്യാണ്, അത് ഉറപ്പിക്കുകയാണ്. ഇനി അത് ഏത് ഉറക്കത്തിൽ വിളിച്ചു ചോദിച്ചാലും അല്ലാഹു അഹദ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, തൗഹീദിന്റെ അടിസ്ഥാന വാക്യം നമ്മുടെ മനസ്സിലുണ്ടാവണം.
അതൊരിക്കലും നമ്മിന്ന് വിട്ടുപോകാൻ പാടില്ല. ഇപ്പൊ നേരത്തെ ഹദീസ് പറഞ്ഞത് മൻകാന ആഖിറു കലാമി ലാ ഇലാഹ ഇല്ലല്ലാഹു ദഖല ജന്ന. ഇനി ഒരാൾ ഉറക്കത്തിന് മരിച്ചാൽ എന്താ ചെയ്യാ? ലാ ഇലാഹ ഇല്ലല്ലാഹു ചെല്ലാൻ പറ്റുമോ? ലാ ഇലാഹ ഇല്ലല്ലാഹു ചെല്ലാൻ പറ്റുമോ? അപ്പൊ എന്താ ചെയ്യാ? അപ്പൊ സ്വർഗത്ത് പോകണ്ടേ? അതിനെന്താ മരുന്ന്? അതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ആരെങ്കിലും പിന്നെ വൈകുന്നേരമായി കഴിഞ്ഞാൽ സയ്യിദുൽ ഇസ്തിഗ്ഫാർ പാരായണം ചെയ്തു, അല്ലാഹു അൻത റബ്ബി ലാ ഇലാഹ ഇല്ല അൻത തുടങ്ങുന്ന പ്രാർത്ഥന ചൊല്ലി എങ്കിൽ വമാത ഖബ്ല അൻ യുസ്ബിഹ, പ്രഭാതമാകുന്നതിന് മുമ്പ് അവൻ മരണപ്പെടുകയും ചെയ്താൽ അവൻ ആരാണ്? ഫഹുവ മിൻ അഹ്ലിൽ ജന്ന, അവൻ സ്വർഗാവകാശികളിൽപ്പെട്ടവനാണ്. ഒന്ന് മരുന്ന് ഒന്നായി. രണ്ട്, ആരെങ്കിലും രാത്രിയിൽ ഉറങ്ങുന്നതിന് മുമ്പ് സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ 2 ആയത്തുകൾ ഓതിയാൽ, ഏതാണത്? ആമന റസൂലു, ആ 2 ആയത്തുകൾ ഓതിയാൽ ഫകഫതാഹു, അത് മതി അവന്, ആ 2 ആയത്ത് മതി, വേറൊന്നും വേണ്ട എന്ന് പറഞ്ഞാൽ ആ ഹദീസൊക്കെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരാണ്. എന്ത് മുഹദ്ദിസീങ്ങള്? പിന്നെ അവൻ മരണപ്പെട്ടാൽ അവൻ സ്വർഗത്തിലാണ്, പേടിക്കേണ്ട കാര്യമില്ല. അപ്പൊ എന്ത് വേണം? ഉറങ്ങുന്നതിന് മുമ്പ് ഈ ദിക്റുകളൊക്കെ പ്രാർത്ഥനകളൊക്കെ ആ പിന്നെ ആയത്തുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? പാരായണം ചെയ്യണം എന്നർത്ഥം. അപ്പൊ നമ്മുടെ വിശ്വാസം ശരിയാകുന്നതോടൊപ്പം അതിനനുഗുണമായ പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. അപ്പൊ അള്ളാഹു ഏകനാണ്, ശരി, ഉറപ്പിച്ചു. എന്നാൽ അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ, അതിനനുസരിച്ചുള്ള പ്രാർത്ഥനകൾ, അദ്കാറുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം എന്നർത്ഥം. 2-ാമത്തെ ആയത്തിലേക്ക് വരാം. അള്ളാഹു സ്വമദ്. അള്ളാഹു ആരാണ്? സ്വമദാണ്. ഇപ്പോ സമദിയത്ത് വിവാദം നമ്മുടെ നാട്ടില് നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവുന്നതാണ് വിചാരിക്കുന്നത്. കേട്ടില്ലേ? സ്വമദിയത്തിന്റെ വിവാദം. എന്താ സമദ്? സമദ് എന്ന വാക്കിന്റെ അർത്ഥം ശരിക്കും എന്താ? നിരാശ്രയൻ എന്നാണ്. ഒരാളുടെ ആശ്രയം ഇല്ലാത്തവൻ. അത് ആര് മാത്രമേ ഉള്ളൂ ലോകത്ത്? അള്ളാഹു മാത്രമേ ഉള്ളൂ. നമുക്ക് എല്ലാവർക്കും ആരുടെയെങ്കിലൊക്കെ ആശ്രയം വേണം. അത് അള്ളാഹു അല്ലാത്ത മുഴുവൻ ആളുകൾക്കും. അള്ളാഹ് ആരാണ്? അഹദാണ്. അള്ളാഹു ആരാണ്? ഖാലിഖാണ്. അള്ളാഹു ആരാണ്? സ്വമദാണ്. എന്തുകൊണ്ട്? അവൻ സ്രഷ്ടാവാണ്, അവൻ ഇലാഹാണ്. അവൻ ഒരാളെയും ആശ്രയിക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ ചിലപ്പോ ശ്രദ്ധിച്ചു നോക്കിയാള്, ചില ആളുകളുടെ ഇബാദത്തുകൾ കാണുമ്പോ ചിലപ്പോ തോന്നിപ്പോത് ഓന്റെ ഇബാദത്തിൽ ഇപ്പൊ അള്ള അങ്ങനെ ഇടങ്ങാറായി നിൽക്കുകയാണോ എന്നുള്ളത്. അങ്ങനെ ഒന്നും ഇടങ്ങാറായിക്കാണ്ട് നമ്മൾ ഇബാദത്ത് ചെയ്യേണ്ട കാര്യമില്ല. അള്ളാഹു സുബ്ഹാനഹു നമുക്ക് അതിനുള്ള അവകാശം ഉണ്ട്. എന്ത്? ഇമ്മാ ഷാക്കിറൻ വ ഇമ്മാ ഗഫൂറ. നന്ദി കെട്ടുവാണെങ്കിൽ അങ്ങനെ ജീവിക്കാം, അല്ല നന്ദി ഉള്ളവനായിട്ട് വേണമെങ്കിൽ അങ്ങനെ ജീവിക്കാം. അതിനൊക്കെ ഉള്ള ബുദ്ധി എന്നുണ്ട് അള്ളാഹു മനുഷ്യന്മാർക്ക്. അപ്പൊ നമ്മൾ ഇബാദത്ത് ചെയ്യുമ്പോൾ എന്ത് വേണം? നല്ല ഖുശൂഅ് വേണം. എന്തിനാണത്? ഫമനിഹ്തദാ ഫലിനഫ്സി, നേർമാർഗത്തിലായ അതിന്റെ ഗുണം ആർക്കാണ്? ഞമ്മക്കാണ്, അല്ലാതെ അള്ളാഹ്ക്കല്ല. പക്ഷെ അള്ളാഹുവിന്റെ ഇഷ്ടം എന്താണ്? നമ്മൾ നന്നാവണം എന്നാണ്. അള്ളാഹ്ക്ക് ഇഷ്ടം എന്താണ്? നമ്മൾ റബ്ബിനെ വഴിപ്പെട്ട് ജീവിക്കണം എന്നാണ് അള്ളാഹ്ക്ക് ഇഷ്ടം. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഇബാദത്തുകൾ ഒരിക്കലും എന്ത് ചെയ്യരുത്? മറ്റുള്ളവരെ കാണിക്കാനോ അല്ലെങ്കിൽ പിന്നെ മറ്റെന്താണ് പിന്നെ ഒരു പ്രയാസപ്പെട്ടുകൊണ്ട് ഇടങ്ങേറായിക്കൊണ്ടൊന്നും അതൊന്നും അള്ളാഹ്ക്ക് ഇഷ്ടമല്ല കേട്ടോ. ഇടങ്ങേറായിക്കൊണ്ട് ഇബാദത്ത് ചെയ്യണമെന്നും അള്ളാഹ്ക്ക് ഇഷ്ടമല്ല. അതുപോലെ പിന്നെ പെട്ടെന്ന് ഇപ്പൊ നിസ്കാരമൊക്കെ തോന്നിയ പോലെ പെട്ടെന്ന് ചെയ്യുന്ന ഇത് ഹദീസിൽ തന്നെ വന്നിട്ടുണ്ട്. കോഴി കൊത്തും പോലെ, കുറുക്കൻ തിരിഞ്ഞു നോക്കുമ്പോൾ. ഹദീസിൽ അങ്ങനെ തന്നെ വാക്ക് വന്നുള്ളത് കേട്ടിട്ടുണ്ടോ? കുറുക്കൻ തിരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക, സലാം വീട്ടിലൊക്കെ പെട്ടെന്ന്. അതൊന്നും അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളതല്ല. അങ്ങനെയൊന്നും ചെയ്യേണ്ടതല്ല നമ്മുടെ ആരാധന. വിശുദ്ധ ഖുർആൻ ഓതുമ്പോ തോന്നിയ മാതിരി എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? പിന്നെ ലൈസ മിന്ന മല്ലം യതഗന്ന പിന്നെ ബിൽ ഖുർആൻ എന്നാണ്. ഖുർആൻ കൊണ്ട് ഗുന്നത്തെടുക്കാത്തവൻ എന്ന് പറഞ്ഞാല് തജ്വീദ് അനുസരിച്ച് ഓതാത്തവൻ നമ്മിൽപ്പെട്ടവനല്ല എന്നാണ് ഹദീസിൽ എന്നുള്ളത്. നമുക്ക് തോന്നിയ പോലെ നമ്മൾ ഖുർആൻ ഓതാൻ പാടില്ല. നമുക്ക് നേരില്ലെങ്കിൽ അങ്ങനെ ഓതണ്ട വെച്ചാൽ മതി, ഓതണ്ട ആവശ്യമില്ല. തോന്നിയ പോലെ നമുക്ക് ഇഷ്ടപ്പെട്ട രൂപത്തിൽ ഓതാനുള്ള ഖുർആൻ നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ ആ ശരിയായ രൂപത്തിൽ തന്നെ നമ്മൾ വിശുദ്ധ ഖുർആൻ ഓതണം. അപ്പൊ കൂടുതൽ നമുക്ക് എന്തും പ്രതിഫലം കിട്ടും എന്ന് വിചാരിച്ച് ചിലപ്പോ പറയുന്നത്. അപ്പൊ ഹദീസിലുണ്ടല്ലോ ഒരാൾ തപ്പി തടഞ്ഞ് ഓതുകയാണെങ്കിൽ ലഹു അജ്റാനി, അവൻ 2 കൂലിണ്ട് എന്ന് പറഞ്ഞല്ലോ എന്നൊന്നും പറഞ്ഞ് നമ്മൾ ന്യായീകരിക്കാൻ നിൽക്കണ്ട.
അത് അത്തരം ആളുകളുടെ മാനസികാവസ്ഥക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന കൂലിയാണത്. അതിന്റെ അർത്ഥം കാലാകാലം പഠിക്കേണ്ടതാണോ? അങ്ങനെയൊക്കെ ചിലപ്പോൾ ഉൾട്ടായിട്ട് ചിന്തിക്കുന്ന ആളുകൾ ഉണ്ടാവാം. അപ്പൊ അതിൻ്റെയൊക്കെ ശരിയായ വഴിയിലൂടെ നമ്മൾ എന്ത് ചെയ്യുക? പോവുക. ശരിയായ വഴിയിലൂടെ പോകുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു നമുക്ക് യുവഫിഖില്ല, അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകും. അതാണ് അള്ളാഹുവിനെ കുറിച്ച് നല്ലത് നമ്മൾ വിചാരിച്ച്, അതുപോലെ അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് നമ്മൾ നല്ലത് ചിന്തിച്ച്, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റി ശരിയായ രൂപത്തിൽ മനസ്സിലാക്കി മുന്നോട്ട് പോകണമെങ്കിൽ അള്ളാഹുവിന്റെ തൗഫീഖ് നമുക്ക് കിട്ടും. കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനും ഉൾക്കൊള്ളാനും ഒക്കെ. അപ്പൊ ആ ഒരു ശരിയായ വഴിയിലൂടെ മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മുടെ ജീവിതം സാർത്ഥകമാകുക. അല്ലെങ്കിൽ ഇപ്പൊ സാധാരണ മറ്റുള്ള ആളുകളൊക്കെ ജീവിക്കും പോലെ ഒരു ജീവിതം. അതാണ് കഴിഞ്ഞ ആഴ്ച ഓതി വെച്ച ആയത്തിന്റെ ബാക്കി. നരകത്തിൽ എന്തെങ്ങൾ വന്നു ചോദിക്കുമ്പോ അതില് ഒന്നാമത്തെ മറുപടി ഖാലൂ ലം നകു മിനൽ മുസല്ലീൻ എന്നാണ് നരകാവകാശികൾ നൽകുന്നത്. രണ്ടാമത്തതോ വലം നകു നുത്ഇമുൽ മിസ്കീൻ, ഞങ്ങൾ പാവപ്പെട്ടവർക്ക് ഞങ്ങൾ സാധുക്കൾക്ക് ഞങ്ങൾ ഭക്ഷണം കൊടുത്തില്ല. മൂന്നാമത്തതോ വകുന്നാ നഖൂദു മഅൽ ഖായിദീൻ, അതാണ് തോന്നിവാസത്തിലൊക്കെ മുഴുകി ഞങ്ങൾ ഇവിടുത്തെ സാധാരണക്കാരെ പോലെ ഞങ്ങൾ ജീവിച്ചു എന്നതിന്റെ അർത്ഥം. വകുന്നാ നഖൂദു, ഞങ്ങൾ മുഴുകി ജീവിച്ചു, ഇവിടെയുള്ള സാധാരണ മറ്റുള്ള ആളുകളെ പോലെ തോന്നിവാസത്തിലൊക്കെ മുഴുകി ജീവിച്ചു. അങ്ങനെ ജീവിക്കേണ്ടവരല്ല ആര്? മുസ്ലിമീങ്ങൾ, മുഅ്മിനീങ്ങൾ. അവരിൽ ഈമാനുണ്ട്. നിർഭയത്വത്തിന്റെ അടയാളമാണത് ഈമാൻ. നമുക്ക് ശരിക്കും അൻതുമുൽ അഅലൗന ഇൻ കുന്തും മുഅ്മിനീൻ വിശുദ്ധ ഖുർആൻ പറഞ്ഞു. നിങ്ങളാണ് അഅലൗന, ഏറ്റവും മേലെ നിൽക്കുന്ന ആളുകൾ, ഉയർന്നു നിൽക്കുന്ന ആളുകൾ. അല്ല BPL അല്ല നിങ്ങൾ. ശരിക്കും ആരാണ്? APL ആണ്. മേലെ നിൽക്കേണ്ട ആളുകളെ നമ്മൾ. എങ്ങനെയാണെങ്കിൽ ഇൻകുന്തും മുഅ്മിനീൻ, വിശ്വാസികൾ, ശരിയായ ഈമാൻ നമുക്കുണ്ടെങ്കിൽ നമ്മൾ ഒരാളെയും പേടിക്കേണ്ട ആവശ്യം. ഇപ്പൊ നമ്മുടെ മുമ്പിൽ SIR വന്ന് നമ്മൾ ഇങ്ങനെ എല്ലാവരും ചിന്ത പായ്മക്ക. അപ്പൊ ഇന്നിപ്പോ അതിന്റെ ഇത് വന്നു, പട്ടിക വന്നു. നമ്മളെല്ലാവരും പരിശോധിക്കുക എന്താണ്? നമ്മളതിൽ പട്ടികയുണ്ടോന്നാണ്. പക്ഷെ അതിനേക്കാളും വലിയൊരു SIR നമ്മുടെ മുമ്പിൽ വരാണ്ട്. പരലോകത്തെ SIR ആരാണ്? അത് പരിശോധിക്കൽ ആരാ? ഇതൊക്കെ ഒരു പക്ഷെ നമ്മൾ പറയുമ്പോ നമ്മൾ പിന്തിരിപ്പന്മാരാന്ന് പറയും നമ്മള്. പക്ഷെ അങ്ങനെ വിചാരിക്കേണ്ട കാര്യമില്ല. കാരണം പരലോകത്തെ കുറിച്ച് നമ്മൾ നല്ല ഓർമ്മ നമുക്ക് ഉണ്ടാവണം. ആ പരലോകത്ത് നമ്മൾ ആ ലിസ്റ്റിൽ നമ്മൾ പെട്ടക്കണോ എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തണം. സ്വർഗാവകാശികളുടെ ലിസ്റ്റിൽ ഞാനും നിങ്ങളും പെട്ടോ എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തണം. നമ്മളത് നോക്കാൻ വേറൊരാളും ഇവിടെ വരൂല. അപ്പൊ ദുനിയാവ് വേണ്ട ഒന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. അതൊക്കെ അതിന്റെ വഴിക്ക് വേണം. പക്ഷേ ഏറ്റവും പ്രാമുഖ്യം നമ്മുടെ പരലോക ജീവിതത്തിലാണ്. അതുകൊണ്ടാണല്ലോ ഇന്നിപ്പോ ഈ തിരക്ക് പിടിച്ച സമയത്ത് നമ്മളിവിടെ കുറച്ച് ആൾക്കാർ ഇവിടെ വന്നിരിക്കുന്നത്. ഈ കുറച്ച് ആളുകള്, ഈ ഒരു ഉസാബ, ഈ ഒരു കൊച്ചു സംഘം ഇവിടെ ഈ ആരത്തിൽ പഠിക്കുന്ന വേറെ ആൾക്കാരില്ലായിട്ടാ. നമുക്ക് ആ ഒരു ബോധമുള്ളത് കൊണ്ടാണ് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത്, അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പഠിക്കാൻ. കാരണം നമ്മൾ വിശ്വസിക്കണം എന്താണ്? വിശുദ്ധ ഖുർആൻ ചർച്ച ചെയ്യുന്ന, അത് പഠിക്കുന്ന, അത് വിശദീകരിക്കുന്ന സദസ്സിൽ എന്തുണ്ട്? അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലായിക്കത്തുകൾ പ്രാർത്ഥിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരാണ്. ഹഫത്ത് അലൈഹിമുൽ മലായിക്ക, നമ്മുടെ മേലിൽ ചുറ്റി പൊതിയുന്നുണ്ട് അവര്, നമുക്ക് വേണ്ടി അവര് പ്രാർത്ഥിക്കുന്നുണ്ട്. അത് വിശ്വസിക്കുന്ന ആളുകളാണ് നമ്മള്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ മലക്കുകളുടെ ഒക്കെ പ്രാർത്ഥനകളിൽ നമ്മളൊക്കെ എല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ എന്ത് ചെയ്യണം? നിരന്തരം നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. കാരണം ഇനി ഒരു പക്ഷേ നമുക്ക് ഇങ്ങനത്തെ ഒരു അവസരം കിട്ടിയെന്ന് വരില്ല വിശുദ്ധ ഖുർആൻ പഠിക്കാൻ. ഇപ്പോ നമ്മളവിടെ അതിനെ പറ്റി നല്ലൊരു സംവിധാനം, ശാന്തമായിട്ട് NH ആണെങ്കിലും അതിൻ്റെ ഒരു പ്രയാസങ്ങളോ മറ്റൊന്നുമില്ലാതെ വളരെ ശാന്തമായിരുന്ന് നമുക്ക് നമ്മുടെ കുടുംബക്കാർക്കൊക്കെ, സ്ത്രീകൾക്കൊക്കെ അപ്പുറം ഇപ്പുറമൊക്കെ ഇരുന്ന് കേൾക്കാനും പഠിക്കാനൊക്കെ ഉള്ള നല്ല വിശാലമായ സൗകര്യം പരമാവധി നമ്മൾ എന്ത് ചെയ്യുക? നമ്മളത് ഉപയോഗപ്പെടുത്തുക. നമ്മുടെ പരിസരത്തുള്ള ആളുകളെയും നമ്മുടെ സുഹൃത്തുക്കളെയും നമ്മുടെ കുടുംബക്കാരൊക്കെ ഒരുമിച്ച് കൊണ്ടുവരാൻ വേണ്ടി നോക്കുക. അതൊക്കെ വലിയ ബർക്കത്തായിരിക്കും നമ്മുടെ ജീവിതത്തിൽ. അതിൻ്റെ ഒരു ബർക്കത്ത് ഏത് സമയത്തും ഉണ്ടാവും. വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രവർത്തിച്ചോ, അവിടെ നമുക്ക് എന്തുണ്ടാവും? റബ്ബിന്റെ അനുഗ്രഹം ഉണ്ടാവും, ഒരു സംശയം വേണ്ട. കാരണം നമ്മളെന്നും തൗഫീഖ് കൊണ്ടല്ല നമ്മളിവിടെ നടക്കുന്നത്, അള്ളാഹുവിന്റെ അപാരമായ തൗഫീഖാണ്. അതിന് ഏറ്റവും നല്ല ഉദാഹരണം എന്താണ്? ബാങ്ക് കേൾക്കുമല്ലോ. ബാങ്ക് കേൾക്കുമ്പോ ഹയ്യ അലൽ സ്വലാ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറയാറുള്ളത്? അതുപോലെ ഹയ്യ അലൽ ഫലാ എന്ന് പറയുമ്പോ ഇജാബത്ത് എന്താ ചെയ്യല്?
ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. എന്താണ് അതിന്റെ അർത്ഥം? അത് ആ പിന്നെ ദിക്റിനെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് എന്താണ്? കൻസിൻ മിൻ കുനൂസിൽ ജന്ന എന്നാണ്. സ്വർഗത്തിലെ നിധികളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ലൊരു നിധിയാണ് ഇത്. ആ ഹദീത്തിന് അല്ലെങ്കിൽ ആ ദിക്റിന്റെ തഫ്സീർ ഒന്ന് അതിന്റെ ഷറഹ് ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ മതി. എന്താ ഇതിന്റെ അർത്ഥം? ലാ ഹയ്യ അല സ്വലാ, നിസ്കാരത്തിലേക്ക് വരൂ, ഹയ്യ അലൽ ഫലാ, വിജയത്തിലേക്ക് വരൂ എന്ന് പറയുമ്പോൾ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് പറഞ്ഞാല് അള്ളാഹുവിനെ കൊണ്ടല്ലാതെ യാതൊരു കഴിവും ശക്തിയില്ല. എന്നാൽ അള്ളാഹ് തൗഫീഖ് ചെയ്യുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? അള്ളാഹിന്റെ പള്ളിയിലെത്തും, ജമാഅത്തിലെത്തും. അതാണ് അതിന്റെ മീനിങ്. അതിന്റെ മായന ശരിക്കതാ. കാരണം നമുക്ക് നീച്ച് നിൽക്കാൻ, നമ്മുടെ ഞരമ്പിന് തളർച്ചയൊന്നും ഇല്ലാതെ രണ്ട് കാലുമ നിൽക്കാനും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ നേരത്തെ സൂചിപ്പിച്ചത് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് നമ്മുടെ ഒന്നും കഴിവുകൊണ്ടല്ല നമ്മൾ എന്ത് ചെയ്യണത്, എണീറ്റ് നടക്കുന്നത്. പിന്നെ അള്ളാഹുവിൻ്റെ അപാരമായ തൗഫീഖും ഉണ്ട്. അപ്പം ശരിക്ക് പിന്നെ ഹയ്യ അല സ്വലാ, നിസ്കാരത്തിലേക്ക് വരൂ എന്ന് പറയുമ്പോൾ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹി, അള്ളാഹുവിൻ്റെ ശക്തിയും കഴിവും കൊണ്ടല്ലാതെ വേറൊന്നും ഇവിടെ ഇല്ല. അപ്പൊ അള്ളാഹു എനിക്ക് കഴിവ് തന്നാൽ, ശക്തി തന്നാൽ ഞാൻ എന്ത് ചെയ്യും? ഞാൻ അള്ളാഹിന്റെ പള്ളിക്ക് നിസ്കരിക്കാൻ എത്തും, ഞാൻ വിജയത്തിലേക്ക് എത്തും. അതിന് അള്ളാഹ് എനിക്ക് എന്ത് വേണം? അള്ളാഹ് എനിക്ക് തൗഫീഖ് നൽകണം. നോക്കണം, നിസ്കാരം കഴിഞ്ഞതിന് ശേഷം പ്രാർത്ഥിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചൊരു ദിക്റുണ്ട്. എന്താണ്? അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വ ശുക്രിക വ ഹുസ്നി ഇബാദതിക. എന്താ ഇതിന്റെ അർത്ഥം? അല്ലാഹുമ്മ, അല്ലാഹുവേ, അഇന്നി, നീ എന്നെ സഹായിക്കണമേ, അലാ ദിക്രിക, നിന്നെ ഓർക്കാൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ ഓർക്കാൻ ആരെ നമ്മളെ തോന്നിപ്പിക്കണം? അള്ളാഹ് നമ്മളെ സഹായിക്കണം, എന്നെങ്കിലും നമുക്ക് അള്ളാഹിനെ ഓർക്കാൻ കഴിയുള്ളൂ. കാരണം അള്ളാഹുവിന്റെ സഹായം ഉണ്ടെങ്കിലേ അള്ളാഹുവിനെ ദിക്ർ ചെയ്യാൻ കഴിയുള്ളൂ. അള്ളാഹിന്റെ തൗഫീഖ് കിട്ടണം, അതാണ് ആ ചോദിക്കുന്നത്. അതുപോലെ വശുക്രിക്ക, നിന്നോട് നന്ദി കാണിക്കാനും, വഹുസ്നി ഇബാദതിക, ഏറ്റവും നല്ല ആരാധനാ കർമ്മങ്ങൾ നിനക്ക് നിർവഹിക്കാൻ എനിക്ക് തൗഫീഖ് നൽകണേ, എന്നെ സഹായിക്കണേ എന്നാണ് ആ പ്രാർത്ഥനയുടെ അർത്ഥം. അപ്പോൾ നമ്മൾ പിന്നെ എഴുന്നേറ്റ് പള്ളിയിലേക്ക് പോകണമെങ്കിൽ അള്ളാഹിന്റെ തൗഫീഖ് വേണം. അതാണ് ശരിക്കും ആ ഒരു പിന്നെ പ്രാർത്ഥനയിലൂടെ, ആ ഇജാബത്തിലൂടെ പിന്നെ നമ്മൾ പറയണത്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൻസിൻ മിൻ കുനൂസിൽ അവലാ അദുല്ലുക്കും അലാ കൻസിൻ മിൻ കുനൂസിൽ ജന്ന, സഹാബികളെ, നിങ്ങൾക്ക് സ്വർഗത്തിലെ നിധികളിൽപ്പെട്ട ഒരു നിധിയെ പറ്റി ഞാൻ പഠിപ്പിച്ചു തരട്ടെയോ എന്ന് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുന്ന ദിക്റാണത്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്നുള്ളത്. അത്രയേ ഉള്ളൂ. ബില്ലാഹിൽ അലീന്നില്ല, അതിൽ ബില്ലാഹി വരെയുള്ളൂ ആ ഹദീത്തിൽ എന്നുള്ളത്. അതന്നെയാണ് പിന്നെ ബാങ്കിന്റെ ഇജാബത്തിന് നമ്മൾ പറയേണ്ടത്. പിന്നെ അപ്പൊ അള്ളാഹു ആരാണ്? സ്വമദാണ്, നിരാശ്രയനാണ് എന്ന് പറഞ്ഞാല് എല്ലാ ആളുകൾക്കും ആശ്രയമായിട്ടുള്ളവനാണ് ആര്? അള്ളാഹു. നമ്മൾ ആരും കഴിവുള്ള ആളുകളല്ല. നമുക്ക് അള്ളാഹ് എന്ത് ചെയ്യണം? കഴിവ് തരണം. അള്ളാഹുവിന്റെ തൗഫീഖ് റബ്ബ് സുബ്ഹാനഹു വ തആല തന്നെങ്കിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പിന്നെ എഴുന്നേൽക്കാൻ പോയിക്കോളൂ. രാത്രി കിടക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരു പ്രാർത്ഥന ഉണ്ട്. പിന്നെ സൂറത്തു സുമറിലെ പിന്നെ ആയത്തിന്റെ വിശദീകരണത്തിന് ഇമാം തുർമുദി റഹ്മത്തുള്ളാഹി ഉദ്ധരിക്കുന്ന പ്രസ്തുത പിന്നെ പ്രാർത്ഥന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. എന്താണ് ആ പ്രാർത്ഥന? ബിസ്മിക റബ്ബി വളഅതു ജംബി വബിക അർഫഉഹു ഇൻ അംസക്ത നഫ്സി ഫർഹംഹാ വഇൻ അർസൽതഹാ ഫഹ്ഫദ്ഹാ ബിമാ തഹ്ഫദു ബിഹി ഇബാദക സ്വാലിഹീൻ. ഈ പ്രാർത്ഥന കാണാതെ അറിയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അന്വേഷിച്ച് കാണാൻ പഠിക്കണത്. ദിക്റുകളുടെയൊക്കെ ഹിസ്നുൽ മുസ്ലിമും അതുപോലെയുള്ള പ്രാർത്ഥനകളൊക്കെ ഒരു പക്ഷേ പിന്നെ നമ്മുടെ കയ്യിൽ പുസ്തകങ്ങൾ ഉണ്ടാവും. ഇല്ലെങ്കിൽ ശ്രദ്ധിക്കുക, ആ പ്രാർത്ഥന കിട്ടാനുള്ള ഒരു എളുപ്പ വഴി പറഞ്ഞുതരാം. അമാനി മൗലവി റഹ്മത്തുള്ളാഹിയുടെ തഫ്സീറിൽ സൂറത്ത് സുമറിലെ അല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹാ എന്നുള്ള ആയത്ത് എടുക്കുക. അതിന്റെ തഫ്സീലുണ്ട്. ആ ആയത്ത് ഇപ്പൊ പറഞ്ഞുതരാം ഇൻഷാ അല്ലാഹ്. പിന്നെ അതിൽ നോക്കിക്കഴിഞ്ഞാൽ ശരിക്ക് അതാണ് വിശുദ്ധ ഖുർആനിൽ നമ്മളൊരു പ്രാർത്ഥന പഠിക്കുകയാണെങ്കിൽ, ഖുർആനിലെ ആയത്തുമായി ബന്ധപ്പെട്ട് നമ്മളൊരു പ്രാർത്ഥന പഠിച്ച ജീവിതാവസാനം വരെ പിന്നെ നമ്മളെ മനസ്സിൽ നിന്ന് പോകൂല. അത്രയും പെർഫെക്ഷൻ ആയിരിക്കും ഇതിന്. അതൊരിക്കലും നമ്മളെന്നാണ്ട് വിട്ടുപോകൂല. ആയത്താണ് പിന്നെ 42-ാമത്തെ ആയത്ത്, സൂറത്ത് സുമറിലെ 42-ാമത്തെ ആയത്ത്. അല്ലാഹു യതവഫൽ അൻഫുസ, അല്ലാഹു ആത്മാക്കളെ പൂർണ്ണമായും ഏറ്റെടുക്കുന്നു. എപ്പ? ഹീന മൗതിഹ, അതിന്റെ മരണസമയത്ത്. നമ്മളൊക്കെ മരിക്കുമ്പോൾ നമ്മൾ ആത്മാവിന് എന്ത് ചെയ്യും? പൂർണ്ണമായിട്ട് ഇറങ്ങും. പിന്നെ വിട്ടു തരുന്ന പ്രശ്നമല്ല.
വല്ലത്തിയിലും തെമുത്ത്, ഇനി മരിക്കാത്തവയുടെ ആത്മാവിനെ അള്ളാഹ് ഏറ്റെടുക്കൽ എപ്പോഴാ? ഫീ മനാമി, അതിന്റെ ഉറക്കത്തില്, ഉറങ്ങാൻ കിടക്കുമ്പോ. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാൻ വേണ്ടി പഠിപ്പിച്ചു, ഉറക്കം എന്താണ്? ഒരു മിനി മരണാണ്. ബിസ്മിക റബ്ബി, റബ്ബേ നിന്റെ നാമത്തിൽ ഞാൻ ഇതവിടെ എത്തി. വലഅതു ജംബി, എന്റെ ശരീരം, എന്റെ പാർശ്വം ഞാൻ ഇതവിടെ വെച്ചു, കടപ്പറയിൽ വെച്ചു. വബിക അർഫഅഹു, നിന്നെ കൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യണത്? അതിനെ ഉയർത്തുന്നത്. നേരത്തെ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ, വബിക നിന്നെ കൊണ്ടാണ്, അർഫഅഹു അല്ല എന്റെ കഴിവ് കൊണ്ടല്ല ഞാൻ എണീക്കുന്നത്, റബ്ബേ നിന്റെ തൗഫീഖ് കൊണ്ടാണ് ഞാൻ എന്റെ ശരീരത്തെ ഉയർത്തുന്നത്. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്. ഇന്നംസക്ത നഫ്സി, റബ്ബേ എന്റെ ശരീരത്തെ എങ്ങാൻ നീ പിടിച്ചു വെച്ചാൽ, ഉറങ്ങാൻ പോവാണ്, ഉറങ്ങുമ്പോ എന്റെ ആത്മാവിനെ അള്ളാഹ് പിടിച്ചു വെക്കുന്നുണ്ട്. ആ ആത്മാവിനെ എങ്ങാനും അവിടെ പിടിച്ചു വെച്ചാൽ, അഥവാ രാവിലെ എഴുന്നേൽക്കുമ്പോ വിളിക്കും, എണീക്കൂല, മരിച്ചിട്ടുണ്ടാവും, വഫാത്തായി ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ നീ എന്ത് ചെയ്യണം? എന്റെ ആത്മാവിനോട് റബ്ബെ നീ കരുണ കാണിക്കണം. നോക്കിയുള്ള പ്രാർത്ഥന ശരിക്കും അതിന്റെ ആ അന്തസത്ത ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. കണ്ണിന്ന് വെള്ളം വരാതെ എങ്ങനെ കിടക്കുമ്പോ മനുഷ്യനാ പ്രാർത്ഥന പ്രാർത്ഥിക്കുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, ലാ യദ്ഖുലുൻ നാറ ബകാ മിൻ ഖശ്യത്തില്ലാ ഫഫാലത് ഐനാഹു. ഒരു മനുഷ്യൻ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് കണ്ണിന്ന് കണ്ണുനീര് ഒലിപ്പിച്ച് കരഞ്ഞൊരു മനുഷ്യൻ എവിടെ പോവില്ല? നരകത്തിൽ പ്രവേശിക്കും. ഏതുവരെ? ഹത്താ യഊദ ലബനു ഇലാ ലർഇഹാ, പാല്, കറന്നെടുത്ത പാല് അകിട്ടിലേക്ക് മടങ്ങി പോകുന്നവർ അങ്ങനെ ഉണ്ടാവോ? അതേമാതിരി നരകത്തേക്ക് ഒരിക്കലും പോകൂല. അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് കാവൽ കൊടുക്കും. ആർക്ക്? അള്ളാഹുവിനെ കുറിച്ച് ഓർത്ത് കരഞ്ഞ മനുഷ്യന്. രാത്രി ഉറങ്ങുമ്പോ നമ്മൾ ഇത്തരം പ്രാർത്ഥനകൾ, അതുപോലെ നേരത്തെ പറഞ്ഞ ആമൻ റസൂലു എന്തായാലും പറഞ്ഞത്, റബ്ബന ലാ തുആഖിദ്നാ ഇൻ നസീനാ ഔ അഖ്തഅനാ. പോരെ? റബ്ബേ നേരം വെളുത്ത് ഇത്ര നേരമായി, വൈകുന്നേരമായി, ഇത്ര നേരമായി, ഇതിനിടയിൽ ഞങ്ങൾ വല്ലതും മറന്നു പോയിട്ട് പൊറുത്തന്നെ. ലാ തുആഖിദ്നാ, ഞങ്ങൾ നീ ശിക്ഷിക്കല്ല റബ്ബേ. ഇൻ നസീന, ഞങ്ങൾ വല്ലതും മറന്നു പോയിട്ടുണ്ടെങ്കിൽ, ഔ അഖ്തഅനാ, ഇനി വല്ല കുരുത്തക്കേടും കാട്ടിയിട്ടുണ്ടെങ്കിൽ, ഔ അഖ്തഅന, വല്ലതും പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ. നോക്കിയുള്ള എല്ലാം പറഞ്ഞു ഉറപ്പിച്ചിട്ടാ നമ്മള് ഖബർ കിടക്കും പോലെ വലത്തെ ഭാഗത്തേക്ക് തിരിഞ്ഞിട്ട് നമ്മൾ കിടക്കണത്. അങ്ങനെ പറഞ്ഞൊരു മനുഷ്യനെ സംരക്ഷിക്കുക എന്നുള്ളത് ആരുടെ ബാധ്യതയാണ്? അള്ളാന്റെ ബാധ്യതയാണ്. അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖഫതാഹു, ഓനത് മതി എന്ന് പറഞ്ഞത്. അപ്പോ ഈ ആയത്തിന്റെ ബാക്കി നോക്കാം. വല്ലത്തി ലം തമുതു ഫീ മനാമിഹാ, ആയത്ത് നമ്പർ സൂറത്ത് സുമറിലെ 42-ാമത്തെ ആയത്താണ്. മരിക്കാത്തവയുടെ ആത്മാവിനെ അള്ളാഹ് പിടിക്കൽ എപ്പോഴാണ്? ഉറക്കത്തിന്റെ വേളയിലാണ്. അപ്പൊ ആത്മാവിനെ പിടിച്ചു വെക്കും. ഫയുംസികുല്ലതി ഖളാ അലൈഹൽ മൗത, ഫയുംസികു, എന്നിട്ട് അള്ളാഹ് പിടിച്ചു വെക്കും, അല്ലതി ഖളാ അലൈഹൽ മൗത, മരണം വിധിച്ച ആത്മാവിനെ വിട്ടുകൊടുക്കൂല. അതാണ് ഈ ഉറക്കത്തിൽ മരിക്കണ കേസുകൾ. അത് അള്ളാഹ് വിട്ടുകൊടുക്കൂല. വയുർസിലുൽ ഉഖ്റ, എന്ന മറ്റുള്ളവയെ പിടിച്ചു വെക്കാത്തതിന് എന്ത് ചെയ്യും? അള്ളാഹ് വിട്ടുകൊടുക്കും. ഇലാ അജലി മുസമ്മ, ഏതുവരെ? ഒരു നിശ്ചിത അവധി വരെ, ഒരു കൃത്യമായി. ഇപ്പൊ നമുക്കൊക്കെ അള്ളാഹ് ഒരു അവധി വെച്ചിട്ടുണ്ട്. ആ അവധി അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ. നമുക്ക് ആർക്കെങ്കിലും പറഞ്ഞാൽ നമുക്ക് ഇവിടെ വന്നിരിക്കാൻ തോന്നുന്നു? കഴിയോ? ഇവിടെ വന്നിരിക്കുക എന്നുള്ളത് മാത്രമല്ല, നിസ്കാരത്തിനാണ് മാറാൻ കഴിയൂല നമുക്ക്, അല്ലെങ്കിൽ വിശുദ്ധ ഖുർആൻ പാരായണത്തിനാണ് മാറാൻ കഴിയൂല. കാരണം എന്താണ്? ഒറ്റ ഉദാഹരണം പറഞ്ഞുതരാം. ഒരു തൂക്കിക്കൊല്ലാൻ വിധിച്ചൊരു മനുഷ്യനോട് അന്ത്യാഭിലാഷം എന്താന്ന് വെച്ചാല്, ചില മനുഷ്യന്മാരെന്ത് പറയും? ഞാൻ ഉണ്ടാക്കാൻ നിസ്കരിക്കട്ടെ എന്ന് പറയും. ആ നിസ്കാരം എങ്ങനെയാണ് അവന്റെ? എങ്ങനെയായിരിക്കും? ആ നിസ്കാരത്തെ പോലെ നിസ്കരിക്കാനാണ് ആര് പഠിപ്പിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സ്വല്ലി ക സ്വലാത്തിൽ മുവദ്ദിഇ, യാത്ര ചോദിക്കുന്നവര് നിസ്കാരം പോലെ നിങ്ങൾ നിസ്കരിക്കുക. ഏത് യാത്ര? പരലോകത്തേക്കുള്ള യാത്ര. അതാണ് അവിടെ ഹദീത്തിന്റെ മായന. അതാണ്, അങ്ങനെ തന്നെ നമ്മൾ മനസ്സിലാക്കുക. അപ്പോ വിശുദ്ധ ഖുർആനിലെ ആയത്തുകളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വചനങ്ങളും ഹദീത്തുകളും അത് നമ്മളെക്കൂടെ പറ്റുന്നിടത്തോളം, ഇതൊന്നും പണ്ഡിതന്മാർക്ക് മാത്രം പറഞ്ഞല്ല കേട്ടോ. അങ്ങനെ ആരും തെറ്റിദ്ധരിക്കണ്ട. ഒരു വിഭാഗം ആളുകൾ, നമ്മുടെ സമൂഹത്തിൽ ഒരു വിഭാഗം ആളുകളുണ്ട്, മൈദസ്കാരം നിന്നാല് എന്താ പറയാ? ഇവിടെ ഉണ്ടോ നിങ്ങൾക്ക് അറിയില്ല. ഒന്നാമത്തെ തക്ബീർ വന്നാല് നിങ്ങൾ ഫാത്തിഹ ഓതണം. ശരി, ആയിക്കോട്ടെ. രണ്ടാമത്തെ തക്ബീർ
വന്നാൽ പിന്നെ ചൊല്ലിയാൽ എന്ത് ചെയ്യണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്തിലാണ്. ശരി, ആയിക്കോട്ടെ. അതൊക്കെ അറിയാത്ത കാര്യം പറഞ്ഞു കൊടുക്കാനുള്ളത് നല്ലതാണ്. നിങ്ങൾക്ക് സ്വലാത്ത് അറിയില്ലേ? അല്ലാഹു സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് പറഞ്ഞാൽ മതി. അതാരാ പഠിപ്പിച്ചത്? അതാരെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടോ? ഒന്നാമത്തേൽ ഫാത്തിഹ ഓതണല്ലോ, ഓക്കെ. സ്വലാത്ത് ചെല്ലണം എന്നുള്ളതും ഓക്കെ, പറഞ്ഞോട്ടെ, കുഴപ്പമില്ല. പക്ഷെ അല്ലാഹു സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് പറയാനോട് പഠിപ്പിച്ചിട്ടുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ പേരിൽ സ്വലാത്ത് പഠിപ്പിച്ചിട്ടുണ്ട്. അതേതാണ്? അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് മുതൽ ഇന്നക ഹമീദും മജീദ് വരെ. അത് നല്ല സമയത്ത് നമ്മളെ ആൾക്കാർക്ക് പഠിപ്പിച്ചു കൊടുക്കണം. പിന്നെ പറയും മൂന്നാമത്തെ തക്ബീർ വന്നാലോ, മയ്യിത്തിന് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഒരുപാട് പ്രാർത്ഥന, നിങ്ങൾക്ക് ഒന്നും അറിയില്ലെങ്കിൽ അല്ലാഹുമ്മ ഗഫിർ ലഹു എന്നെങ്കിലും നിങ്ങൾ പറയണം എന്നാണ്. അതാരാ പഠിപ്പിച്ചത്? എത്ര പ്രാർത്ഥനകൾ ഹദീസിൽ ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി ഉദ്ധരിക്കുന്നത്, അതുപോലെ മറ്റും മുഹദ്ദിസീങ്ങൾ ഉദ്ധരിക്കുന്നൊക്കെ പ്രാർത്ഥനകൾ, വ്യത്യസ്തമായ പ്രാർത്ഥനകളുണ്ട്. ഏതെങ്കിലും ഒന്ന് പഠിച്ചുകൂടെ? നമ്മുടെ സഹോദരന് വേണ്ടിയല്ലേ, അല്ലെങ്കിൽ നമ്മുടെ വാപ്പാക്ക് വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ ഉമ്മാക്ക് വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്ക് വേണ്ടി അല്ലേ നമ്മൾ നിസ്കരിക്കുന്നത്? അവരുടെ പേരിലല്ലേ മയ്യിത്ത് നിസ്കരിക്കുന്നത്? അത് ആഗ്രഹിക്കുന്ന ആളുകളല്ലേ നമ്മള്. എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചുള്ളത്? മുവഹിദുകളായ, പിന്നെ അള്ളാഹുവിൽ വിശ്വസിക്കുന്ന, ശിർക്ക് ചെയ്യാത്ത 40 ആളുകളുടെ മയ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാല് ആ പ്രാർത്ഥന അള്ളാഹു ലാ യറുദ്ദുല്ലാഹു എന്നാണ്, അള്ളാഹ് തട്ടി മാറ്റൂല എന്നാണ്. അള്ളാഹ് കേൾക്കും. അത് വിശ്വസിക്കുന്ന ആളുകളാണ് നമ്മള്. അതുകൊണ്ടാണ് നമ്മൾ മരിച്ചാല് നമ്മൾ എന്ത് ചെയ്യണത്? നമ്മുടെ സഹോദരന്റെ ജനാസ എത്ര സമയത്തുണ്ട്, പറ്റുന്ന ആളുകളൊക്കെ വരണം നമ്മൾ പിന്നെ പറയണത്. അതെന്തല്ല, നഅ്യ അല്ല. അത് നഅ്യ എന്താണ്? വിരോധിച്ച നഅ്യ എന്താണ്? മൈക്കെട്ടി പറയല്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. എങ്ങനെ? ഒരാളൊരു കൊയൽ എടുക്കും, എന്നിട്ട് ഇങ്ങനെ പറയും ഇന്നാള് മരിച്ചോന്ന് പറഞ്ഞ്, പിന്നെ കുതിരപ്പുറത്തോ ഒട്ടകപ്പുറത്തോ പറഞ്ഞ് നടക്കും. അത് തെറ്റാണ്. അങ്ങനെ ഒരു അനൗൺസ്മെന്റ് ആവശ്യമില്ല. അല്ലാത്ത എന്തൊക്കെ മാർഗങ്ങളുണ്ട് നമ്മുടെ മുമ്പിൽ ആളുകളെ അറിയിക്കാൻ? അപ്പോ പിന്നെ അടുത്തതിന്റെ ഈ ആയത്തിന്റെ ബാക്കി എന്താ പറയുന്നത്? ഒരു നിശ്ചിത അവധി വരെ എന്ത് ചെയ്യും? ആ ആളെ വിടും, ഓനെ പിറ്റേന്നും ജീവിക്കാൻ വിടും. പിന്നെ ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമി യതഫക്കറൂൻ, ആയത്ത് അവസാനിപ്പിക്കണം. തീർച്ചയായും അതിൽ ചിന്തിക്കുന്ന ആളുകൾക്ക് ചില ദൃഷ്ടാന്തങ്ങൾ ഉണ്ടെന്നാണ്. ചിന്ത എന്തിനെ പറ്റി? അള്ളാഹുവിന്റെ ഖുർആനിനെ പറ്റി. ചിന്ത എന്തിനെ പറ്റി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീത്തിനെ പറ്റി. ഈ ആയത്ത്, ഇതിന്റെ ഈ ആയത്തിന്റെ തഫ്സീറിൽ വരുന്ന ഹദീത്ത് ഷറഹ്, നേരത്തെ ഓതി വെച്ച പ്രാർത്ഥന ദിക്ർ, ബിസ്മിക റബ്ബി വളഅതു ജംബി. ഞാൻ ഇപ്പൊ എന്തിനത് പറഞ്ഞു അറിയോ? അമാനി മൗലവി റഹ്മത്തുള്ളാഹി ഈ ആയത്തിന്റെ വിശദീകരണത്തിലാണ് പ്രസ്തുത പ്രാർത്ഥന പഠിപ്പിക്കുന്നത്. ഈ ആയത്തിന്റെ തഫ്സീറിൽ നോക്കിയാൽ അതിന്റെ അറബിയിലെ പ്രാർത്ഥന കാണാം, മലയാളത്തിൽ അതിന്റെ അർത്ഥം കാണാം. അപ്പൊ ഇങ്ങനെ നമ്മളെ കൊണ്ട് കഴിയുന്നിടത്തോളം വിശുദ്ധ ഖുർആനോട് ഓരം ചേർന്ന് നടക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പിന്നെ അപ്പൊ അല്ലാഹു സമദ്, അല്ലാഹ് ആരാണ്? സമദാണ്, നിരാശ്രയനാണ്, എല്ലാവർക്കും ആശ്രയമായിട്ടുള്ളവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ആ അള്ളാഹുവിനെ ആ അർത്ഥത്തിൽ തന്നെ നമ്മൾ കാണുക. ഈ വിശ്വാസ രൂഢമൂലമായാൽ പിന്നെ നമ്മൾ ഏതെങ്കിലും വഴിയിലേക്ക് തിരിയോ? ഏതെങ്കിലും ജാർത്തികിലേക്ക് നമ്മൾ പോകുമോ? കാരണം എന്താണ്? നമ്മളെ മനസ്സിലെന്താ ഉള്ളത്? എന്തിനും ആശ്രയിക്കാൻ പിന്നെ പറ്റിയവനാണ് ആര്? സ്രഷ്ടാവായ ഏകനായ അല്ലാഹു സുബ്ഹാനഹു വ തആല. എനിക്ക് സന്താനല്ലേ, ആ സന്താനത്തെ തരാൻ കഴിവുള്ളവനാണ് ആര്? അള്ളാഹു. എനിക്ക് സമ്പത്തില്ലേ, അത് ചോദിച്ചാൽ തരാൻ കഴിവുള്ളവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. എനിക്ക് ആരോഗ്യമില്ലേ, ആ ആരോഗ്യം ചോദിക്കണം ഞാൻ ആരോടാണ്? അള്ളാഹുവിനോടാണ്. അല്ലാഹുമ്മ ആഫിനി ഫീ ബദനി 3 പ്രാവശ്യം ഒരു ദിവസം, രാവിലെയും 3 പ്രാവശ്യം ഒരു ദിവസം, വൈകുന്നേരം ചൊല്ലാൻ വേണ്ടി പഠിപ്പിച്ചില്ലേ? എന്തൊക്കെയുണ്ട് ആ പ്രാർത്ഥനയിൽ? അങ്ങനെ ഓരോന്നും പറയുകയാണെങ്കിൽ അങ്ങനെ പറഞ്ഞു പോകും. അല്ലാഹുമ്മ ആഫിനി ഫീ ബദനി, അല്ലാഹുമ്മ ആഫിനി ഫീ സമഇ, അല്ലാഹുമ്മ ആഫിനി ഫീ ബസരി, അല്ലേ? കാത്, അതുപോലെ കണ്ണ്, അങ്ങനെ ഓരോന്നും അള്ളാഹിനോട് ഇങ്ങനെ ചോദിക്കുകയാണ് നമ്മള്. അതൊക്കെ എപ്പോഴാ ഓർമ്മ വരിക അറിയോ? ഇതൊക്കെ തളർന്ന്, അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ, ഇതൊക്കെ തളർന്ന് ബെഡിൽ കിടക്കും. പഠിച്ചോനെ, ഇങ്ങനെ ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നല്ലോ. അപ്പൊ നമ്മള് മാത്രം ആലോചിച്ചിട്ട് കാര്യമില്ല. നമുക്ക് നല്ല ആരോഗ്യമുള്ള സമയത്ത് ഇതൊക്കെ പ്രാർത്ഥിച്ച് ജമാഅത്തിലൊക്കെ പങ്കെടുത്ത് കൃത്യമായി നമ്മൾ എന്ത് ചെയ്യാം, മുന്നോട്ട് പോവുകയാണെങ്കിൽ പിന്നെ വയ്യാതെ നമ്മൾ നമ്മുടെ കിടക്കപ്പായയിൽ കിടന്നിട്ട് നിസ്കരിക്കുകയാണെങ്കിൽ പോലും ജമാഅത്തിന് കൂലി നമുക്ക് കിട്ടും. അത് നമ്മൾ നഷ്ടപ്പെടുത്തരുത്. അതിന് നമ്മൾ എന്ത് വേണം? നമുക്ക് കിട്ടുന്ന അവസരം ഫത്തഖുല്ലാഹ മസ്തതഅ്തും, വിശുദ്ധ ഖുർആൻ പറഞ്ഞത് അത് അക്ഷരം പ്രതി നമ്മൾ എന്ത് ചെയ്യുക?
പാലിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അടുത്ത ആയത്തിലേക്ക് വരാം. ലം യലിദ് വലം യൂലദ്. ലം യലിദ്, അള്ളാഹ് ഒരാളെ ജനിപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹ് ഒരാളുടെയും പിതാവല്ല. വലം യൂലദ്, അള്ളാഹ് മറ്റൊരാൾക്ക് ജനിച്ചവനുമല്ല എന്ന് പറഞ്ഞാൽ സന്താനവുമല്ല. ഇപ്പൊ ഇന്നിപ്പോ എത്രാം തീയതി? ഡിസംബർ 23. നാളെ കഴിഞ്ഞ് മറ്റന്നാൾ എന്താണ്? നമ്മുടെ നാട്ടിൽ ക്രിസ്തുമസ് ആണ്. എന്താ ക്രിസ്തുമസ് എന്ന് പറഞ്ഞാല്? ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനിച്ച ദിവസം എന്ന് അവർ വിശ്വസിക്കുന്ന സംഗതിയാണത്. അത് അവരെന്ത് വേണമെങ്കിലും വിശ്വസിച്ചോട്ടെ. കാരണം ഇത് നമ്മുടെ രാജ്യം ഒരു ജനാധിപത്യ രാജ്യമാണ്, മതേതരത്വ രാജ്യമാണ്. ആർക്കും എന്ത് വിശ്വാസം ഉൾക്കൊണ്ട് ജീവിക്കാം. എനിക്ക് എൻ്റെ വിശ്വാസം അനുസരിച്ച് മുന്നോട്ട് പോകാം. അതിന് എനിക്ക് നമ്മുടെ ഭരണഘടന എന്ത് ചെയ്യുന്നുണ്ട്? അത് വിശ്വസിക്കാനും പ്രചരിപ്പിക്കാനും. ഇതേമാതിരി അതുകൊണ്ടാണ് ഇവിടെ ക്ലാസ് എടുക്കുന്നത്. ഇതേമാതിരി നമുക്ക് മറ്റ് രാജ്യത്ത് നിന്നാണ് ക്ലാസ് എടുക്കാൻ പറ്റുമോ? പബ്ലിക്കായിട്ട് ഒച്ച കേൾക്കുന്ന രൂപത്തിൽ കഴിയില്ല, ഒരിക്കലും കഴിയില്ല. പ്രയാസമാണത്. ഇപ്പൊ മുസ്ലിം രാജ്യത്താണെങ്കിൽ രാജഭരണ പ്രദേശങ്ങളിലാണെങ്കിൽ മുൻകൂട്ടി അനുവാദം വാങ്ങി 4 ഭാഗവും അടച്ചുറപ്പുള്ള സ്ഥലത്ത് മാത്രമേ ഇതാക്കാൻ പറ്റൂ. അല്ലെങ്കിൽ പെരുന്നാൾ നിസ്കാരം അതുപോലെ ചില സംഗതികൾക്ക് മാത്രമേ വരുന്നുള്ളൂ പെർമിഷൻ കൊടുക്കുള്ളൂ. നമ്മുടെ നാട്ടിലുള്ള പോലുള്ള പെർമിഷൻ ഒന്നുമില്ല. എങ്കിൽ ഈ അവസരം നമ്മൾ ഉപയോഗിക്കുന്ന ഏത് വിഷയത്തിലാണ്? അള്ളാഹുവിന്റെ മാർഗത്തിലാണ് നമ്മൾ എന്ത് ചെയ്യണത്? ഈ അവസരം വിനിയോഗിക്കുന്നത്. അപ്പോ ഈ ക്രിസ്തുമസ് അവരുടെ വിശ്വാസം അതെന്തോ ആയിക്കോട്ടെ, നമ്മൾ പ്രശ്നമാക്കേണ്ട ആവശ്യമില്ല. പക്ഷേ അതിൻ്റെ പേരിൽ ഈ ഹാപ്പി ക്രിസ്മസ് എന്നും അതുപോലെ തന്നെ എന്താണ് ബർത്ത്ഡേ ഓഫ് ജീസസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കേക്ക് നമ്മൾ വാങ്ങുക, അതുപോലെ അതിൻ്റെ നക്ഷത്രം നമ്മൾ തൂക്കുക, ആ കേക്കിൻ്റെ കഷ്ണം നമ്മൾ കഴിക്കുക, അതൊന്നും ഒരു മുസ്ലിമിന് അലൗഡല്ല. അത് നമ്മൾ നല്ലോണം ആലോചിക്കുക. അപ്പൊ ചോദിക്കുന്ന കേക്ക് എന്താ ഇപ്പൊ ഹലാലല്ലേ, കേക്കിന് എന്താ പ്രശ്നം എന്നൊന്നും ചോദിക്കാൻ നിൽക്കണ്ട. ഒറ്റ ഇതേ ഉള്ളൂ. നമ്മുടെ ഒരു സഹോദരൻ കട്ടെടുത്ത് കൊടുത്ത ഒരു വസ്തു നമ്മളെ കയ്യിൽ തിന്നു, ഒരു മാങ്ങ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു വസ്തു നമ്മൾ അറിഞ്ഞുകൊണ്ട് നമ്മൾ തിന്നു. എന്താ ആ മാങ്ങക്ക് എന്തെങ്കിലും കേടുണ്ടോ? അല്ലെങ്കിൽ ആ കൊടുന്ന ഭക്ഷണ വസ്തുവിന് എന്തെങ്കിലും കേടുണ്ടായിട്ടാ? വേണ്ട. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ജന്മദിനം ആഘോഷിച്ചതിന്റെ ഒരു ഭക്ഷണം നമ്മുടെ മുമ്പിൽ കൊടുത്തെന്ന് വിചാരിച്ചോളൂ, നമ്മൾ തിന്നോ? ഇല്ല. അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. എത്ര വലിയ മതേതരത്വം മറ്റൊക്കെ പറഞ്ഞ സ്ഥലമായിക്കോട്ടെ, ഇങ്ങനെ തന്നെ പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ജന്മദിനത്തിന്റെ പേരിൽ ഉണ്ടാക്കിയ ഭക്ഷണം ഞങ്ങൾ കഴിക്കലില്ല. കാരണം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതല്ല. അതുകൊണ്ട് എന്താണ് ക്രിസ്ത്യാനികളെ, ക്രിസ്തീയ സഹോദരങ്ങളെ, നിങ്ങൾ ഉണ്ടാക്കിയ കേക്ക് ഞങ്ങൾക്ക് തിന്നാൻ കഴിയില്ല എന്ന് പറയാം. ഒന്നും വരാൻ പോകുന്നില്ല. ഞങ്ങളൊക്കെ സ്കൂളുകളിൽ ഒക്കെ ഈ സാധനങ്ങളൊക്കെ ഉണ്ടാവും. ഒരു പൊതു സംവിധാനം നിലക്ക് അവരത് നടത്തും. അതിനോട് യോജിച്ചാൽ മതി, നമ്മളെ നിൽക്കണ്ട. പായസം കൊണ്ടുവരും നമ്മുടെ മുമ്പിലേക്ക്, അരവണ പായസം. ടീച്ചർമാരൊക്കെ ചിലപ്പോ വല്ല ഇവിടെയൊക്കെ പോയി കണ്ട് കൊണ്ടുവരും. നമുക്ക് പറ്റും. അപ്പൊ എന്തെങ്കിലും കഴിക്കാത്ത ചോദിച്ചാൽ നമുക്ക് പറയേണ്ട മറുപടി ഇത്ര മാത്രമേ. എന്താ പറയേണ്ടത്? നേർച്ച കഴിച്ചതിന്റെ ഭക്ഷണം ഞങ്ങൾ കഴിക്കാറില്ല. ആരാ നേർച്ച കഴിക്കുന്നത്? മുസ്ലിങ്ങളിൽ നല്ലൊരു വിഭാഗം ആളുകൾ, മുസ്ലിം നാമധാരികളായ നല്ലൊരു വിഭാഗം ആളുകൾ. എന്തുകൊണ്ടാണ് കഴിക്കാത്തത്? അത് ശിർക്കിന്റെ ഭക്ഷണം ആയതുകൊണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനത്തിന്റെ പേരിലുണ്ടാക്കിയ ഭക്ഷണങ്ങൾ കഴിക്കില്ല. എന്തുകൊണ്ട്? അത് ബിദ്അത്തിന്റെ ഭക്ഷണം ആയതുകൊണ്ട് എന്നെ നമുക്ക് തുറന്ന് പറയാൻ കഴിയണം. അവിടെ നമ്മൾ ഒരിക്കലും എന്താവരുത്, കൂടികളാകാൻ നിൽക്കണ്ട. നമ്മള് അതെന്തല്ല, അതൊരു വലിയ മാന്യതയായിട്ട് അല്ലെങ്കിൽ അതൊരു വലിയ സംഭവമായിട്ട് നമ്മൾ കാണേണ്ട കാര്യമില്ല. ഇപ്പൊ നമ്മുടെ കുട്ടികള് അതിനു വേണ്ടി വല്ലതും നമ്മോട് ആവശ്യപ്പെടുകയാണെങ്കിൽ, ഈ കേക്ക് വാങ്ങാനും അതുപോലുള്ള സംഘങ്ങൾക്ക് വല്ലതും ആവശ്യപ്പെടുകയാണെങ്കിൽ അവരോട് കൃത്യമായിട്ട് പറയും, പല കുട്ടികൾക്ക് പറ്റൂല. എന്താ പ്രശ്നം? സൂറത്തുൽ കഹ്ഫിന്റെ തുടക്ക ഭാഗം ഒന്ന് പറഞ്ഞു കൊടുക്കുക അവർക്ക്, അതിന്റെ അർത്ഥമൊക്കെ ശരിക്കൊന്ന് അങ്ങനെ തന്നെ പറഞ്ഞു. ലുഖ്മാൻ ഹക്കീം അലൈഹിസ്സലാം കുഞ്ഞു മകനെ വിളിച്ചാൽ പറയും, യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ്, അല്ലേ? ചെറിയ കുട്ടിയോടാ പറഞ്ഞു കൊടുക്കണം. എന്ന പോലെ നമ്മുടെ കുട്ടിയോട് പറയാം, പല കുട്ടിക്ക് പറ്റൂല കേട്ടോ, അത് ഇനിയും പ്രശ്നമുണ്ട്. പക്ഷെ നമ്മക്കൊക്കെ ഉള്ള പ്രശ്നം എന്താന്ന് ചോദിച്ചാല്, ഇതൊന്നും പറയാനുള്ളൊരു വോയിസ് ഇല്ല സഹോദരങ്ങളെ. കാരണം എന്താ? നമ്മൾ തന്നെ അത് കഴിച്ചും അത് അതിലൊക്കെ അങ്ങനെ കൂടിയാടി ഇപ്പൊ എന്താ അതൊന്ന് അത്ര വലിയൊരു ഇതാക്കണ്ടല്ലോ എന്ന് ചിന്തിക്കുന്ന വലിയൊരു മുസ്ലിം സമൂഹമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അവിടെയാണ് എന്ത്? ഖുൽ ഹുവല്ലാഹു അഹദ്. പറയൂ പ്രവാചകരെ, പറയൂ വിശ്വാസി, അല്ലാഹ് ആരാണ്? അഹദ്, ഏകനാണ്. അവന്റെ തൗഹീദ് അത് നിങ്ങളുടെ മനസ്സിൽ ഉറപ്പിക്കണം.
മരണം വരെ മനസ്സിലുണ്ടാവണം. അങ്ങനെ മരിക്കുമ്പോഴും ആ അഹദിന്റെ കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മരിച്ചെങ്കിലേ നിങ്ങൾ എവിടെ എത്തുള്ളൂ, സ്വർഗത്തിൽ പോകുള്ളൂ എന്ന് നമ്മുടെ തലയിലേക്ക് അടിച്ചു കയറ്റത് ഈ വിശ്വാസം. അതെങ്ങനെ നമ്മുടെ പണ്ഡിതന്മാർ, പൂർവികരായ പണ്ഡിതന്മാർ അതാണ് നമുക്ക് ചെയ്തു വെച്ച് കാണിച്ചു എന്നുള്ളത്. അതല്ലാതെ ആളുകളെ കുറ്റം പറയാനോ അല്ലെങ്കിൽ ആളുകളെ പ്രയാസപ്പെടുത്താനോ ഒന്നും നമ്മൾ നിൽക്കണ്ട. നമുക്ക് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്ത്, അതിനോട് യോജിക്കുന്ന പണ്ഡിതന്മാരുടെ കൗലുകൾ. ചിലപ്പോൾ അതിന് വിരുദ്ധമായ അറബിയുള്ള നല്ല നല്ല ഗ്രന്ഥങ്ങളുണ്ട്, അന്ന് നമ്മൾ മുഖവിലക്ക് എടുക്കാൻ നിൽക്കണ്ട. വിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ്, യാ അയ്യുല്ലദീന ആമനു, വിശ്വാസികളെ, അത്തിയുഅല്ലാഹു വഅത്തിയുർ റസൂൽ, നിങ്ങൾ അള്ളാഹിനെ അള്ളാഹു റസൂലിനെ അനുസരിക്കുവിൻ. ഫൈൻ തനാസഅതും ഫീ ഷൈഇൻ അത്തിയുഅല്ലാഹു വഅത്തിയുർ റസൂല വഉലിൽ അംരി മിൻകും. 3 കാര്യങ്ങൾ പറഞ്ഞൂടെ അല്ലേ? അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ റസൂലിനെയും അതുപോലെ തന്നെ നിങ്ങളുടെ ഉലുൽ അംറുകളെയും കൈകാര്യകർത്താക്കളെയും നിങ്ങൾ അനുസരിക്കണം. പിന്നെ പറഞ്ഞെന്താണ്? ഫൈൻ തനാസഅതും ഫീ ഷൈഇൻ, ഈ നിങ്ങൾക്കിടയിൽ വല്ല വിഷയത്തിലും ഇഖ്തിലാഫ് ഉണ്ടായാലോ, അഭിപ്രായ വ്യത്യാസം ഉണ്ടായാലോ, എന്താ പറഞ്ഞത്? അതിന്റെ ബാക്കി, ആയത്തിന്റെ ബാക്കി എന്താണ്? ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ, നിർത്തി അല്ലാഹ് അവിടെ അല്ലേ? പിന്നെ അവിടെ ഉലിൽ അംരി മിൻകും പറഞ്ഞെന്താ പ്രശ്നം അറിയോ? അപ്പൊ പിന്നെ പണ്ഡിതന്മാരൊക്കെ വാക്യം നമ്മൾ എടുക്കേണ്ടി വരും. അപ്പൊ നേതാക്കന്മാരുടെ ഒക്കെ വാക്യം നമ്മൾ കേൾക്കേണ്ടി വരും. ഒരു വര അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ വരച്ചു, അള്ളാഹ് അള്ളാഹിന്റെ റസൂല്, അതിന്റെ അപ്പുറത്തേക്ക് ചിന്തിക്കാൻ നിൽക്കണ്ട. അപ്പൊ ഇവര് ചോദിക്കും, എന്ത്? അപ്പൊ അള്ളാഹ് പറഞ്ഞ മുഴുവൻ നിങ്ങൾക്ക് അറിയോ? അള്ളാഹുവിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മുഴുവൻ നിങ്ങൾക്ക് അറിയോ എന്നാണ് കുരുട്ട് ചോദ്യം ചോദിക്കും. അതിന് നമ്മൾ മറുപടി പറയാൻ നിൽക്കണ്ട. അത് ഓല ഹിസാബായി വിട്ടാ മതി. അത് നേരെ മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു കൊടുത്ത് നമ്മൾ നിൽക്കുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്ത് നിൽക്കുക. പണ്ഡിതന്മാർ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഒരു വിഷയത്തിൽ വീക്ഷണങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ആ മജ്മൂഅ്, അതിന്റെ ആകത്തുക നമ്മൾ എന്ത് ചെയ്യുക? ഉൾക്കൊള്ളുക. ആ ഉറപ്പുള്ള കാര്യങ്ങളുണ്ടല്ലോ, ഇന്നൽ ഹലാല ബയ്യിൻ വഇന്നൽ ഹറാം ബയ്യിൻ, ഹലാലു ഹറാം വ്യക്തമാണ്, ബൈനഹുമാ ഉമൂർ മുസ്തബിഹാത്തുൻ, അതിന്റെ രണ്ടിന്റെ ഇടയിൽ എന്തുണ്ട്? കുറെ ശുബ്ഹാത്തുള്ള കുറെ വിഷയങ്ങളുണ്ട്. അത് തൽക്കാലം അവിടെ മാറ്റി വെച്ചോളിന്നാണ്. അതിന് നമ്മൾ വല്ലാതെ തൂങ്ങാൻ നിൽക്കണ്ട. ആ ഉറപ്പായത് അതന്നെ ഇഷ്ടം പോലല്ലേ. 5 നേരത്തെ നിസ്കാരം, അതിനോടനുബന്ധിച്ചുള്ള റവാത്തിബ് സുന്നത്തുകള്, അതിനോടനുബന്ധിച്ചുള്ള അദ്കാറുകള്, റമദാനിലെ നോമ്പ്, സുന്നത്ത് നോമ്പുകള്, അതുപോലുള്ള സുന്നത്തായിട്ടുള്ള കാര്യങ്ങള്, വിശുദ്ധ ഖുർആൻ പാരായണം, അതിന്റെ പഠനം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങള്, ഇത്ര തന്നെ മതി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സ്വല്ലു ഖംസക്കും, നിങ്ങൾ 5 നിസ്കരിക്കുക. അതുപോലെ നിങ്ങളുടെ സക്കാത്ത് നിങ്ങൾ കൊടുക്കുക. അതുപോലെ നിങ്ങളുടെ റമദാനിൽ നിങ്ങൾ നോമ്പ്, നിങ്ങളുടെ മാസം നിങ്ങൾ നോമ്പ് നോൽക്കുക എന്നൊക്കെ പറഞ്ഞ അതിന്റെ ഹദീത്തിന്റെ അവസാനം പറഞ്ഞാ അറിയോ? തദ്ഖുലൂ ജന്നത റബ്ബിക്കും എന്നാ പറഞ്ഞത് ഹദീത്തിന്റെ അവസാനം. എന്നാ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളെ റബ്ബിന്റെ സ്വർഗത്തിൽ നിങ്ങൾ പ്രവേശിക്കുന്നതാണ്. അത്യാവശ്യ കാര്യങ്ങൾ അതിന്റെ ഇഷ്ടം പോലെ ഉണ്ട്, അതെന്നെ മര്യാദക്ക് ചെയ്യണില്ല. എന്നിട്ടാ ബാക്കിയുള്ള കാര്യം എന്നിട്ട് എന്ത് ചെയ്യാണ്? ഈ തൗഹീദ് അംഗീകരിക്കാത്തതുകൊണ്ട് CM അള്ളാഹുവിന്റെ വലിയാണ് എന്ന് പറയാം. അത് വിശ്വസിച്ചില്ലെങ്കിൽ സ്വർഗത്തേക്ക് പോകൂല. ഈ ലോകം നിയന്ത്രിക്കുന്നത് മൂപ്പരാണ്. ആരാ പഠിപ്പിച്ചത്? ആര്? ബരന്നെ പറയാ, ബരന്നെ വിശ്വസിക്കുക, ബരന്നെ വിശ്വസിപ്പിക്കുക, എല്ലാ പെരയിലും അതിന്റെ പോസ്റ്റ് ഒട്ടിക്കുക. അതുകൊണ്ടായോ? ഇല്ല. കാരണം അത് ആകാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ അല്ലാഹയാണ്. ഇനിയോ അയിക്കാണ് ഇനി വരുന്നത്, വലം യകുല്ലഹു കുഫുവൻ അഹദ്, വലം യകുല്ലഹു, അവനില്ല, എന്തില്ല? കുഫുവൻ, കുഫുവൻ, കുഫുവായ തുല്യനായ, അഹദിന് ഒരാളും, അള്ളാഹുവിന് തുല്യനായ ഒരാളുമില്ല. എന്താ പറഞ്ഞപ്പോ അയാളെ കുറിച്ചൊക്കെ, CM-നെ കുറിച്ച് എന്താ പറഞ്ഞത്? ലോകം നിയന്ത്രിക്കുന്ന ആള്. മറ്റേ മൂപ്പര് ഓതിയ ആയത്ത് എന്താണ്? ഫൽ മുദബ്ബിറാത്തി അംറ എന്നുള്ള ആയത്ത് ഓതിറ്റാ മറ്റേ മൂപ്പര് ഇതാണിത്. ആ മുദബ്ബിറാത്ത് ആരാണ്? നമ്മളാരേലും വിശേഷം പറയാനെങ്കിൽ തെറ്റാന്ന് നമുക്ക് പറയാം. മുഫസ്സിരീങ്ങൾ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് മുദബ്ബിറാത്ത് ആരാന്നുള്ള. ആരാണ് മുദബ്ബിറാത്ത്? മലായിക്കത്തുകളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കൽപ്പനകൾ ഭൂമിയിൽ നടപ്പിലാക്കാൻ വെച്ച മലായിക്കത്തുകളാണ്. ആർക്കാ സംശയമുള്ളത്? മുസ്ലിം ലോകത്തെ ഏത് പണ്ഡിതനാണ് ആ വിഷയത്തിൽ സംശയമുള്ളത്? എന്നിട്ട് അതിനെ ന്യായീകരിക്കുക. അതോട് ഉദ്ദേശിച്ചാരാണ്? അർവാഹുകളാണ് ഒക്കെ പറഞ്ഞിട്ട് അതിൽപ്പെട്ട ഒരാളാണ് ആര്? CM എന്ന് പറഞ്ഞിട്ട്.
എന്തിനും കഴിയുന്നതാണ്, എന്ത് ചോദിച്ചാലും തരും, എന്തിനും കഴിയുമെന്നുള്ളത്. ആ വ്യക്തി അത് പറഞ്ഞിട്ടില്ല. ഈ പറഞ്ഞ കൂടെങ്കിൽ തന്നെ അയാൾക്ക് ചിലപ്പോൾ സുഖമില്ലാത്തതുകൊണ്ടായിരിക്കും ഒരു പക്ഷെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക. അപ്പൊ നമ്മൾ വേണ്ടത് വിശുദ്ധ ഖുർആൻ അത് ശരിയായ രൂപത്തിൽ ഉൾക്കൊണ്ടാൽ അത്തരം പഴച്ച വിശ്വാസങ്ങളിലേക്കൊന്നും എത്തൂല. എത്താൻ കഴിയില്ല വിശ്വാസിക്ക്. നോക്കിയാള് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ആ ആയത്ത് കേട്ട് ഉള്ളിക്കണ്ട് കയറിയപ്പോ പിന്നെ എല്ലാ നിലക്കും ശുദ്ധീകരിക്കപ്പെട്ടു. സ്വഭാവത്തില്, വിശ്വാസത്തില്, അതുപോലെ പ്രവർത്തനങ്ങളില്, പെരുമാറ്റങ്ങളില്, ഇടപാടുകളില്, ഇടപെടലുകളില് എല്ലാത്തിലും മാറ്റം വന്നു. അതാണ് വിശുദ്ധ ഖുർആനിലൂടെ ഇസ്ലാമിലേക്ക് വന്നുള്ള ഗുണം. അപ്പോ നമ്മൾ എന്താവണം? ഇപ്പൊ നമ്മളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റി വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, ഇന്നക ലഅലാ ഖുലുഖിൻ അലീം. റസൂലെ, താങ്കൾ ഏറ്റവും ഉത്കൃഷ്ട സ്വഭാവത്തിന് ഗുണം പിന്നെ ഉടമയാകുന്നു എന്നാണ്. അതുകൊണ്ട് പറഞ്ഞ് നിർത്തി. നമ്മളവിടെ പിന്നെ സമയം കഴിഞ്ഞതിന് മാത്രമല്ല, എനിക്ക് 8:30 മണിക്ക് ഞങ്ങളവിടെ പടപ്പറമ്പിലൊരു മീറ്റിംഗ് ഉണ്ട് പള്ളിയുടെ. ഞാൻ ഇന്നിവിടെ ഏറ്റത് അറിയാതെ അതിന്, കാരണം നമ്മൾ തന്നെയാണ് സംഘടിപ്പിച്ചത്. അപ്പൊ ഇഷായിന് പിന്നെ പിന്നെ ഇഷ കഴിഞ്ഞിട്ട് ആക്കിയ തൽക്കാലം മീറ്റിംഗ് ആക്കിയ മുപ്പോട് വന്നേക്ക് തന്നെ പറഞ്ഞത്. ഞാൻ നിസ്കരിച്ച് പോരുമ്പോൾ വഴി ദിശ നിസ്കരിച്ചിട്ടുണ്ട്. പിന്നെ അപ്പോ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പിന്നെ ഇതാണ്ട് ഉള്ളിക്കണ്ട് കയറിയപ്പോ എല്ലാ നിലക്കും എന്ത് ചെയ്യണം, അതിന്റെ മാറ്റം വരികയാണ്, അതിന്റെ മാറ്റം വരികയാണ്. പിന്നെ അപ്പൊ വിശുദ്ധ ഖുർആൻ നമ്മൾ എന്ത് ചെയ്യണം, അത് പിന്നെ അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞെന്ന പോലെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹദീസിലൂടെ പഠിപ്പിച്ചെന്ന പോലെ അതിനോട് അനുയോജ്യമായ തഫ്സീറുകൾ ഖുർആനിനോടും സുന്നത്തിനോടും. തഫ്സീറുകൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ, ഇഷ്ടം പോലെ തഫ്സീറുകളുണ്ട്, നൂറുകണക്കിന് തഫ്സീറുകളുണ്ട്. എല്ലാം നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുമോ? എല്ലാം മൻഹജു സലഫിന് പിന്നെ അനുയോജ്യമായതല്ല. എന്ത് മൻഹജു സലഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ അങ്ങനെ തെറ്റിദ്ധരിക്കാൻ നിൽക്കണ്ട, സലഫിയാളതൊന്നും അല്ല അത്. എന്ത് മൻഹജു സലഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താ സലഫ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പോയത് മുൻഗാമികളായ ആളുകളുടെ എന്നാണ്. ആരാ മുൻഗാമി? 1-ാം നമ്പർ മുൻഗാമി ആരാണ്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, പിന്നെ സ്വഹാബത്ത്, പിന്നെ താബിഅ്, പിന്നെ തബഅ് താബിഅ്, പിന്നെ അതിനോട് അനുയോജ്യമായി ഖുർആനോടും സുന്നത്തിനോടും അനുയോജ്യമായി കാര്യങ്ങൾ പറയുന്ന ആളുകൾ, അതാണ് സലഫുകൾ. ആ നിലക്ക് തന്നെ നമ്മൾ മനസ്സിലാക്കണത്. അപ്പൊ നമ്മള് പിന്നെ പഴച്ച വിഭാഗങ്ങളിലേക്ക് എത്തിപ്പെടൂല. ഇപ്പൊ പിന്നെ ഇന്നക ലഅലാ ഖുലുഖിൻ അലീം എന്ന് പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി. ചോദിച്ചു അവിടുത്തെ ഭാര്യയോട്, നമ്മുടെ ഉമ്മ ആരാണ്? ആയിഷ ബിവി റളിയല്ലാഹു അൻഹയോട്, കൈഫ കാന ഖുലുഖു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ സ്വഭാവം എങ്ങനെയായിരുന്നു? അവിടുന്ന് പറഞ്ഞു എന്ത്? നമ്മുടെ ഉമ്മ പറഞ്ഞു എന്ത്? ഖുലുഖുൽ ഖുർആൻ. ഒറ്റ ചോദ്യം, നമ്മളെ കുറിച്ച് നമ്മുടെ ഇണയോടൊന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ നമ്മുടെ പിന്നെ നമ്മളോട് നമ്മുടെ ഇണയെ കുറിച്ചൊന്ന് ചോദിച്ചാല്, പരസ്പരം അല്ലേ, ആണിനോട് പെണ്ണിനെ പറ്റിയും പെണ്ണിനോട് ആണിനെ പറ്റിയും ഭാര്യ ഭർത്താക്കന്മാരെ പറ്റി ചോദിച്ചാൽ എന്തായിരിക്കും മറുപടി? ആളൊരു സലഫിയൊക്കെ തന്നെയാണെന്ന് പറയും. പിന്നെ ബാക്കി നമ്മോട് പൂരിപ്പിക്കേണ്ടി വരും. കാരണം എന്താണ്? പിന്നെ വിശ്വാസം ഒന്ന് വേറെ, അമലൊന്ന് വേറെ. അത് പാടില്ല എന്നാ പറഞ്ഞത് ചുരുക്കം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ നിലക്കും പെർഫെക്റ്റ് ആയിരുന്നു, എല്ലാ നിലക്കും. അവിടുത്തെ ഒരു അക്ഷരം കൊണ്ടെങ്കിലും കുത്തി നോവിക്കാൻ കഴിയാത്ത തരത്തിൽ. എത്രത്തോളം ഒറ്റ സംഭവം കൂടി പറഞ്ഞു നിർത്തുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റയുടെ വേളയിൽ തൻ്റെ, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് എനിക്ക് ഓർമ്മ കിട്ടില്ല, പറഞ്ഞ കൃഷി ക്ഷമിക്കുക. പിന്നെ ഹിജ്റ വേളയിൽ തൻ്റെ വിരിപ്പിൽ ഒരു സഹോദരനെ കടത്തി. ആരെ? അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. എന്താ കാരണം കടത്താൻ? കാരണം എന്താ കാരണം? പേടിച്ചിട്ടാണോ? നബിക്ക് വല്ല പേടിയുണ്ടോ? ഒരു പേടിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആരാണ്? ഇത്ര ധൈര്യശാലിയായ ഒരു വ്യക്തി വേറല്ല. പിന്നെന്താ കാരണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിൽ മുശ്രിക്കീങ്ങളുടേതടക്കമുള്ള അമാനത്തുകൾ ഉണ്ടായിരുന്നു. അപ്പോ പിന്നെ നാളെ ഇവിടുന്ന് പോവാണ്, രാവിലെ ഇവിടുന്ന് പുറപ്പെടും. അള്ളാന്റെ ഓർഡർ കിട്ടി കഴിഞ്ഞു, വിശ്വാസികളൊക്കെ പോയി. അവസാനമാണ് നേതാവിന് പോകാനുള്ള ഓർഡർ കിട്ടിയത്. ഒട്ടകവുമായിട്ട് കാത്തുക്കണ്ട ആര്? തന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അപ്പൊ പോകുമ്പോ എന്ത് ചെയ്യണം? ഇവിടെ കുറെ കണക്ക് തീർക്കാണ്ട്. ഇതൊന്നും കൊടുക്കാതെ പോയ നാട്ടുകാരെന്ത് പറയാ? കണ്ടില്ലേ, മുഹമ്മദ് നമ്മൾ വിചാരിക്കുന്ന ആളൊന്നുമല്ല, നമ്മൾ ഇതുവരെ അല്ലമി എന്ന് പറഞ്ഞ ഇങ്ങനെ വിശ്വസ് എന്നൊക്കെ പറഞ്ഞ ഇങ്ങനെ വിളിച്ച്
നമ്മൾ ഇങ്ങനെ മേലെ പൊക്കി വെച്ചു. ഇപ്പൊ കണ്ടില്ലേ, ഇതൊക്കെ കൊണ്ടാണ്ട് ഓടിപ്പോയി. ചരിത്രം പരിശോധിച്ചൊക്കെ മനസ്സിലാവും അതൊക്കെ. ഞാനീ പറഞ്ഞ സംഗതികളൊക്കെ ഇമാം ഇബ്നു കസീർ റഹിമഹുള്ളയുടെ പിന്നെ ബിദായിൽ ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട ചരിത്രം പറയുന്നുണ്ട്, ശരിക്ക് പരാമർശിക്കുന്നുണ്ട്. പിന്നെ അപ്പൊ പറയും എന്ത്, ഇതാ മുഹമ്മദ് ഇതുകൊണ്ടൊക്കെ പോയിന്ന്. അപ്പൊ അത് പറയാതിരിക്കാൻ കാരണം ആരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങള്. വല്ലദീനഹും അലാ അഹ്ദിഹിം അല്ലദി എന്താണ് പിന്നെ സൂറത്തുൽ ഹാഖയിലെ ആയത്ത് എന്താണ്? വല്ലദീനഹും ലി അമാനാതിഹിം വഅഹ്ദിഹിം റാഊൻ. അല്ലേ? അമാനത്തുകളും അതുപോലെ അഹ്ദ് കരാറുകളും ഒക്കെ കാത്തു സൂക്ഷിക്കുന്ന ആളുകളാണ് ആര്? രക്ഷപ്പെട്ട വിശ്വാസികളായ നിസ്കാരക്കാരായ ആളുകൾ. ആ ആയത്തിന് തുടക്കം അവിടുന്ന് പോരുന്നത്. ഒരു 5-6 ആയത്തുകൾക്ക് മീതെ അതാണ് വരുന്നത്. അല്ലദീനഹും അലാ സ്വലാത്തിഹിം ദായിമൂൻ, അവിടുന്ന് വരുന്നത്. യു ഹാവ് പിന്നെ വരുന്നത് പിന്നീട് വരുമ്പോൾ നിസ്കാരം പതിവാക്കുന്ന ആളുകളാണ് വിശ്വാസികൾ എന്ന് പറഞ്ഞിങ്ങനെ പിന്നെ അവരുടെ ഗുണങ്ങൾ പറയാണ്. അവിടെ അവരാരാണ്? തങ്ങളുടെ അമാനത്തുകളും അഹദുകളും കാത്തു സൂക്ഷിക്കുന്ന ആളുകളാകുന്നു. അപ്പോ പിന്നെ വിശ്വാസത്തിൽ മാത്രം ഉണ്ടായാൽ പോരാ, അത് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഉണ്ടാവണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ആ സംഭവത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചിരുന്നത്. തന്റെ സഹോദരൻ പിതൃവ്യ പുത്രനായ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു തന്റെ വിരിപ്പിൽ കിടത്തിയത് അതിനു വേണ്ടിയാണ്, അള്ളാഹിന്റെ അനുമതി പ്രകാരം, വഹീന്റെ ഇത് പ്രകാരം. അപ്പൊ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? ഉൾക്കൊണ്ടുകൊണ്ട് വിശുദ്ധ ഖുർആനിലെ ഓരോ ആയത്തുകളും നമ്മൾ തഫ്സീർ ചെയ്യുമ്പോൾ നമ്മുടെ കഴിവിന്റെ പരമാവധി നമ്മൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് പിന്നെ മുൻഗാമികൾ കാണിച്ചെന്ന പാതയിലൂടെ തന്നെ മുന്നോട്ട് പോകാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക? ശ്രദ്ധിക്കുക. പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ നിലക്ക് മുന്നോട്ട് പോകാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സൂറത്ത് കഴിയുമെങ്കിൽ ഈ 3 സൂറത്തുകളുടെ തഫ്സീർ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യണം? അമാനി മൗലവി റഹ്മത്തുള്ളാഹിയുടെ തഫ്സീർ നിന്ന് വായിക്കണം. പിന്നെ തഫ്സീർ ഏറെക്കുറെ എല്ലാവരും കയ്യിലുണ്ടാവുന്നതാണ് വിചാരിക്കുന്നത്. ഇല്ലെങ്കിൽ പിന്നെ നിങ്ങളെ നമ്പർ എനിക്ക് തന്നാൽ മതി. അയക്ക് എന്ത് ചെയ്യുക? ഇതിന്റെ അമാനി മൗലവി റഹ്മത്തുള്ളാഹിയുടെ തഫ്സീറിന്റെ ഒരു PDF അയച്ചുതരാം. ഈ ഭാഗത്തിന്റെ PDF അയച്ചുതരാം. നല്ല പിന്നെ വളരെയധികം നമ്മുടെ ജീവിതത്തിൽ, കാരണം നമ്മുടെ പിന്നെ അദ്കാറുകളുടെ കൂട്ടത്തിൽ സ്ഥിരമായിട്ട് നമ്മൾ ഓതേണ്ട സൂറത്തുകളാണ് ഈ 3 സൂറത്തുകൾ. അപ്പൊ അത് ഈ 3 സൂറത്തുകളുമായി ബന്ധപ്പെട്ട തഫ്സീറുകൾ അത് വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. നമ്മുടെ അഖീദ ആ നിലക്ക് തന്നെ ചിട്ടപ്പെടുത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? മുന്നോട്ട് പോകണം. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ ഖൈറും ബർക്കത്തും നമ്മുടെയൊക്കെ ജീവിതത്തിൽ നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മെ എല്ലാവരെയും അള്ളാഹു അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ജന്നാത്തു നഈമിൽ ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم برحمتك يا غافر المذنبين. بارك الله فيك. السلام عليكم ورحمة الله وبركاته. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.